ആദ്യത്തെ ക്ലയൻറ്റ് പാരഗണിൻ്റെ സുമേഷ് ചേട്ടനായിരുന്നു, നവ്യ ബേക്കറിയിലെ ബിജു ചേട്ടൻ, അതുപോലെ ബെസ്റ്റ് ബേക്കറിയിലെ വിജയ് ചേട്ടൻ, ഹിമാലയ ബേക്കറിയിലെ സുധീഷ് ചേട്ടൻ, ഇങ്ങനെ കുറച്ച് നല്ല ആളുകളുണ്ടായിരുന്നു. ABC ഗ്രൂപ്പിൻ്റെ മദനിക. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പുതുതായിട്ടൊരു സംരംഭമല്ലേ, രക്ഷപ്പെടുമെന്ന് നോക്കാം. ഒരു 25,000 രൂപ ഞാൻ സാങ്ഷൻ ചെയ്തേക്കാം, ഇതിൻ്റെ പ്രിൻ്റ് വരുവാണെങ്കിൽ ഞാൻ കാശ് തരാം. അപ്പോൾ മറ്റേ പുള്ളി വന്ന് പ്രസംഗിച്ചു, മേരെ പ്യാരവും ദേശവാസിയവും, ഞാൻ നോട്ട് നിരോധിക്കാൻ പോവാണ്. ചുമ്മാ പറയാ, എൻ്റെ പൊന്നു സുബിനെ 4 വയസ്സിലൊന്നും പ്രസംഗിക്കില്ല, എഴുതിയപ്പം അങ്ങനെയാണ്. 4 വയസ്സിൽ നമുക്ക് ഈ പോലും അറിയാൻ പാടാത്ത കാലഘട്ടത്തിൽ എങ്ങനെ മെച്ചം പ്രസംഗിക്കണേ. പെമ്പിള്ളേര് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ചിലപ്പോൾ ബിസിനസ്സിന് ഇവിടെ സപ്പോർട്ട് ചെയ്തില്ല ആൾക്കാർ, നന്നായി ചെയ്യുന്നവരാണ് സപ്പോർട്ട് ചെയ്യും. ഹലോ എവരിവൺ, വെൽക്കം ടു ക്യാഷ് ടോക്സ് വിത്ത് സുബിൻ എസ് ബി. ഇത് നമ്മുടെ ഓണം സ്പെഷ്യൽ ഒരു എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള 2 ഗസ്റ്റുകളാണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിലുള്ളത്. സാധാരണ ഒരാളെ ഉണ്ടാവാറുള്ളൂ. ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഇവർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലുള്ള എല്ലാ ബിസിനസ്സുകാർക്കും എല്ലാ ആസ്പയറിങ് ഓൺട്രപ്രണേഴ്സിനും ഇവരെ അറിയാം. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒരുപാട് ബിസിനസ്സുകളെയും ഒരുപാട് വലിയ ഓൺട്രപ്രണേഴ്സിനെയും അവരിന്ന് നിൽക്കുന്ന സ്റ്റേജിൽ എത്തിച്ചതിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ സംരംഭം അല്ലെങ്കിൽ സ്പാർക്ക് സ്റ്റോറീസിൻ്റെ ബിഹൈൻഡ് ദ സീനിലുള്ള 2 ആൾക്കാരാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്, രംഗു ആൻഡ് അന്നമ്മ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങളെങ്ങനെയാണ് ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നത്? ഇതെനിക്ക് തോന്നുന്നു ഇപ്പം എത്ര വർഷമായി? 8 years. 8 years. ഇപ്പോൾ 8 yearsന് മുന്നേ ഈ ഒരു തോട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഹൗ ഡിഡ് യു സ്റ്റാർട്ട്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്? അതാണ് ആദ്യം അറിയേണ്ടത്. അത് നമുക്ക് പിന്നെ ഞാൻ കാര്യം പറയട്ടെ, മോശം ദിവസങ്ങളെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ തോട്ട് വന്നത്? ഹൗ ഡിഡ് യു സ്റ്റാർട്ട്? തോട്ട് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തമാശ കഥയാണ്. ഒരു ജോലിയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു മാഗസീൻ തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കാൻ ഭയങ്കര ഞാൻ പിക്ചറിലില്ല. അന്ന് അങ്ങനെയാണ് ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നല്ലോ, നമുക്ക് നടക്കില്ല. അത്യാവശ്യം ഒരാളാണ് വന്ന് പറഞ്ഞത്. അപ്പോൾ ആൾ വന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ചിന്തിച്ചു, കൊള്ളാൻ പരിപാടി, ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മൾ സംരംഭകനാവുന്നു, ഉടനെ മാഗസിൻ തുടങ്ങുന്നു, രക്ഷപ്പെടുന്നു. മറ്റേ ഫണ്ട് മാഗസിൻ റൈറ്റിംഗും പരിപാടിയൊക്കെ ആയിട്ട് അതെ. ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കുറേ വർക്കുകൾ കോൺട്രാക്ട്. അതിനെ പറ്റി ഒന്ന് പറയുമോ? ആ ഒരു കാലഘട്ടം മോശം കാലഘട്ടമാണ്. അതാണ് നമുക്ക് അറിയണ്ടേ. പഠിച്ചത് ജേർണലിസ്റ്റും ആയിരുന്നു. മനോരമ മാസ്കോം എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ ഒരു സ്കൂളുണ്ട്, അവിടെ പോയിട്ട് പഠിച്ചതിന് ശേഷം ജോലി കിട്ടിയില്ല. മനോരമക്കാർ പറഞ്ഞു മനോരമയിൽ എടുക്കാൻ പറ്റില്ല, ഇവനെ കൊണ്ട് എഴുതാൻ പറ്റും. സാധാരണ മനോരമയിൽ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും തന്നെ മനോരമയിൽ ജോലി കിട്ടും. ഇവന് മാത്രമേ ജോലി കിട്ടാത്തേ ഉള്ളൂ. എൻ്റെ ബാച്ചിൽ എനിക്ക് മാത്രം ജോലി കിട്ടിയില്ല. ഞാൻ അത്രയ്ക്ക് ബ്രൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ വേറൊരു പത്രത്തിലാണ്. അപ്പോൾ ലോണൊക്കെ എടുത്താണല്ലോ പഠിക്കുക, എല്ലാവരെയും പോലെ ലോണൊക്കെ എടുത്ത് പഠിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 5,000 രൂപ മാസം ശമ്പളം. ഇപ്പോൾ ലോൺ അടയ്ക്കാൻ തന്നെ 4,750 രൂപയാണ്. പിന്നെ വണ്ടിക്കാശിന് കടം വാങ്ങണമല്ലോ. ഞാൻ പറഞ്ഞു 5,000 രൂപ ശമ്പളത്തിൽ പണിക്ക് വരാൻ എന്തായാലും പറ്റില്ല. നമ്മുടെ 2012 അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശമ്പളത്തിന് പോകൂല എന്ന് പറഞ്ഞു. പിന്നെ ചെറിയ പണികൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പെയിൻ്റ് അടിക്കാൻ പോവുക, ക്ലീൻ ആക്കാൻ പോവുക, അങ്ങനെയുള്ള കുറേ പണിക്കൊക്കെ അങ്ങ് പോയി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ നാളികേര ബോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. തെങ്ങിനെ വികസിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം, തെങ്ങ് കൃഷി രക്ഷപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ് ലക്ഷ്യം. അവിടെ ജേർണലിസ്റ്റിന് തസ്തികയിൽ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആദ്യമായിട്ടൊരു ജേർണലിസ്റ്റ് ഒരു ജോബ് കിട്ടുന്നത് നാളികേര ബോർഡിലാണ്. അന്നൊരു 10,000 രൂപ ശമ്പളത്തിൽ തുടങ്ങി. പിന്നെ 13-14 വരെ വന്നു. അതൊരു കോൺട്രാക്റ്റ് ബേസിലുള്ള ഒരു ഇതായിരുന്നു. അതിലൊരു വർഷത്തോളം നിന്നു. ഒരു വർഷം നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ എഴുതാനൊക്കെ പഠിച്ചു. അവിടെ നിന്ന് പിന്നെ DC ബുക്സിൻ്റെ എമർജിങ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് മാഗസീൻ ഉണ്ടായിരുന്നു. നിന്നുപോയി നന്നായി പോയിക്കൊണ്ടിരുന്നൊരു മാഗസീൻ. അതിൽ ജോലി കിട്ടിയപ്പോഴാണ് ശരിക്കും എഴുതാനും ഈ ബിസിനസ്സുകാർക്ക് ഇത്രയും സാധ്യതയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവിടെ ഒരു 1.5 വർഷം ജോലി ചെയ്തു. അപ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമ്മളെ ഒന്നുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, ആ സ്ഥാപനം അതുവരെ നല്ലതായിരുന്നു. അത് പതുക്കെ സാലറിയൊക്കെ കുറച്ച് പ്രശ്നങ്ങളായി, പെൻഡിങ് ആയി. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു മാഗസീനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു ബിസിനസ് ജേർണലിസ്റ്റിന് വേക്കൻസി ഉണ്ട്, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ മാഗസീന് അവിടെ പോയി ജോയിൻ ചെയ്തു. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ നന്നായി വർക്ക് ചെയ്തു. പിന്നെ PRDയുടെ വർക്ക് കോൺട്രാക്റ്റിലെടുത്ത് ചെയ്തു. കുറേ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ കുറേ വർക്കുകൾ ചെയ്തു. ആ സമയത്ത് കുറേ കോൺട്രാക്റ്റിലൊക്കെ വർക്ക് ചെയ്തു. നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല പാക്കേജൊക്കെ ഉള്ള കമ്പനിയായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് കാലം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞ ഒരു കൂട്ടുകാരനോ വഴിയാണ് വരുന്നത്, ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സംരംഭം അങ്ങ് തുടങ്ങിയേക്കാം. കാരണം ഒരു എല്ലാവരുടെയും സ്വപ്നമാണല്ലോ, നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന സ്വപ്നമാണല്ലോ അല്ലേ.
സുബിനുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാനും എന്ത് ചെയ്തു, ഒരു സ്വപ്നം കണ്ടു, ഒരു തട്ടുകടയെങ്കിലും തുടങ്ങണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാഗസീൻ തുടങ്ങാം, പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാൻ എഴുതുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ധാരണയിൽ നമ്മൾ ഈ മാഗസീൻ തുടങ്ങാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പുള്ളി പറഞ്ഞത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര, അപ്പോൾ നിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പണിയെടുക്കും, പണിയെടുക്കണം, നല്ല വർക്കറാണ്. അത് ശരി, അതിന് ശമ്പളം എടുത്തു, പക്ഷേ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നു, ഉള്ള പണി കളഞ്ഞിട്ട് വന്നു. പിന്നെ ഒരു പണിക്ക് പോയി അപ്ലൈ ചെയ്തപ്പോൾ 15,000 രൂപ മേലെ ശമ്പളം ആരും പറയണമില്ല, പഴയ കമ്പനിയിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല. അപ്പം എന്തായാലും പെട്ടു, ഇറങ്ങി തിരിച്ചൊന്നുമില്ല, ആകെപ്പാടെ പെട്ട്. ഇനി എന്ത് ചെയ്യണമെന്നല്ല. ഭാര്യ 9 മാസം പ്രഗ്നൻറ്റ്, അടുത്ത മാസം പ്രസവം. വീട്ടിലായിട്ട് കയറി ചെല്ലുമ്പോൾ പ്രസവിക്കാറായ ഭാര്യയ്ക്ക് വീട്ടുകാർ ചെലവിന് കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരുന്ന ഒരു സാധനം വിദൂരമായ സ്വപ്നത്തിൽ കണ്ടു. കാരണം നമ്മുടെ ഒന്നുമില്ല, ഉണ്ടായിരുന്ന കാശൊക്കെ തീർന്നു, ലോൺ അടച്ചും വണ്ടി എടുത്തു, അങ്ങനെ എല്ലാം കൊണ്ടും കാശ് തീർന്നു, കയ്യിലൊന്നുമില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ പോയിട്ട് ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, ആ ലാപ്ടോപ്പുമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ അവിടെ ആ കടയിൽ പോയി കുത്തിയിടും. അവരുടെ ഒരു 15 മിനിറ്റ് കുത്തിയിടണം, കാരണം ആ ലാപ്ടോപ്പിനൊന്നും ചാർജ് നിൽക്കില്ല, ആ 1/2 മണിക്കൂറേ നിൽക്കുള്ളൂ. അത് കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഒരു ഡേറ്റ ഉണ്ടാക്കും. എന്നിട്ട് അവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു മാഗസീൻ ഉണ്ട്, ഇങ്ങനെ വലിയൊരു താജ്മഹലാണ് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്, അപ്പോൾ ആ മാഗസീനിൽ ഒരു സ്റ്റോറി ആണെന്ന് പറയും. പൊതുവെ എല്ലാ ആൾക്കാരും വേണ്ടെന്ന് പറയും. അങ്ങനെ പിന്നെ കുറച്ച് ബന്ധങ്ങളുണ്ടായിരുന്നു കേട്ടോ. കാരണം എമർജിങ് കേരളയിൽ വർക്ക് ചെയ്തപ്പോഴും ബിസിനസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു മാഗസിനായിരുന്നു, അവിടെ വർക്ക് ചെയ്തപ്പോഴും അതിനു മുമ്പ് നാളികേര ബോർഡിൽ വർക്ക് ചെയ്തപ്പോഴൊക്കെ കുറേ പേരുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ ബന്ധം ഉപയോഗിച്ചിട്ട് ഇവരുടെയൊക്കെ അടുത്ത് കണ്ട് ഒരു സ്റ്റോറി ചെയ്യാവോ എന്ന് ചോദിച്ചപ്പോൾ കുറേ പേര്. ഇപ്പോൾ ആദ്യത്തെ ക്ലയൻറ്റ് പാരഗൻ്റെ സുമേഷ് ചേട്ടനായിരുന്നു, നവ്യ ബേക്കറിയിലെ ബിജു ചേട്ടൻ, അതുപോലെ ബെസ്റ്റ് ബേക്കറിയിലെ വിജയ് ചേട്ടൻ, ഹിമാലയ ബേക്കറിയിലെ സുധീഷ് ചേട്ടൻ, അങ്ങനെ കുറച്ച് നല്ല ആളുകളുണ്ടായിരുന്നു. ABC ഗ്രൂപ്പിൻ്റെ മദനിക്ക, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്കൊരു സ്റ്റോറി ചെയ്യാൻ എന്നോട് വന്നിട്ട് അന്ന് പാരഗണിലെ സുമേഷ് ചേട്ടൻ പറഞ്ഞ് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാനിവിടെ നിന്നൊരു 75 രൂപ ടിക്കറ്റ് എടുത്തിട്ട് കോഴിക്കോടേക്ക് വണ്ടി കയറി ചെന്നു. അപ്പോൾ നല്ല വിശപ്പാണ്, കയ്യിൽ ആകപ്പാട് 200 റുപ്യ ഉള്ളൂ. പിന്നെ തിരിച്ചു പോകണമെങ്കിൽ ഈ 125 രൂപ ആണ് ബാക്കി അവശേഷിക്കുന്നത്. 75 80 എന്നറിയില്ല, ഇൻ്റർസിറ്റിയിലാണ് രാവിലെ പോകുന്നത്. അവിടെ ചെന്നിട്ട് തിരിച്ചു പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആ കാശ് ഉപയോഗിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ പുള്ളി വന്നപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇവന് ഭക്ഷണം കൊടുത്ത് ഇവൻ കഴിക്കും. പുള്ളി വയറ് നിറയെ ഭക്ഷണമൊക്കെ തന്നു, കുറേ ഭക്ഷണം ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. ഞാൻ വളരെ ആവേശത്തോടെ ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മാഗസീനാണ് ചെയ്യാൻ പോണേ. നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്തായാലും പുതുതായിട്ടൊരു സംരംഭമല്ലേ, രക്ഷപ്പെടുമെന്ന് നോക്കാം, ഒരു 25,000 രൂപ ഞാൻ സാങ്ഷൻ ചെയ്തേക്കാം, ഇതിൻ്റെ പ്രിൻറ്റ് വരുവാണെങ്കിൽ ഞാൻ കാശ് തരാം. പുള്ളി വളരെ ജെനുവിനായിട്ടാണ് പറഞ്ഞത്, പ്രിൻറ്റ് വരുവാണെങ്കിൽ കാശ് തരാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, സംരംഭം എന്ന പേരിൽ നമ്മുടെ മാഗസിൻ, എൻ്റെ സംരംഭം ഇല്ല കേട്ടോ, അന്ന് സംരംഭം മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ലൈസൻസിന് അപേക്ഷിച്ചിട്ടേ ഉള്ളൂ. ഈ അന്നമ്മ ഇല്ല പിക്ചറിൽ, അന്ന് RNAയിൽ അപേക്ഷിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ RNAന്ന് ലൈസൻസ് വരണം. അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷയാണ് സംരംഭം ഒന്ന് കിട്ടുമെന്നുള്ളത്. അങ്ങനെ അയച്ചു. ആദ്യത്തെ മാഗസിൻ സ്വകാര്യ വിതരണത്തിന് വേണ്ടി മാത്രം എന്ന രീതിയിൽ 2016 നവംബറിലാണ് പ്രസ്സിലേക്ക് വിടുന്നത്. അങ്ങനെ പ്രസ്സിലേക്ക് വിട്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ പുള്ളി വന്ന് പ്രസംഗിച്ചു, മേരെ പ്യാരവും ദേശവാസിയവും, ഞാൻ നോട്ട് നിരോധിക്കാൻ പോവുകയാണ്. ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം കടം പറഞ്ഞിട്ടാണ്, പ്രസ്സിൽ കടം പറഞ്ഞേക്കുവാണ്, ഡിസൈൻ ചെയ്ത ആളോട് കടം പറഞ്ഞേക്കുവാണ്, സ്റ്റോർ ചെയ്ത ആൾക്കാർ പലരും ഉണ്ട്, അവരോട് കടം പറഞ്ഞേക്കുവാണ്, എന്തിന് വണ്ടിക്കാശ് വാങ്ങുന്നിടത്തുനിന്ന് വരെ കടം പറഞ്ഞേക്കാണ്. ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല. ഇത് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ട് ഇതിൻ്റെ കോപ്പി അവിടെ കൊണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ നിൽക്കുക. 500 രൂപയും കൂടെ കടം വാങ്ങി കോഴിക്കോടും കണ്ണൂരൊക്കെ പോയി ഇത് കൊടുക്കണമല്ലോ. അങ്ങനെ കൊടുത്തിട്ട് കാശ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ നോട്ട് നിരോധനം വരുന്നത്. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ട് പ്രിൻറ്റ് ചെയ്ത് പോയി. അവർ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അക്കൗണ്ടിലല്ലേ ക്യാഷ്, അതിനെന്താ വിഷയം, ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 500 രൂപയുടെ തികച്ച് നോട്ടില്ലാത്തതുകൊണ്ട് ഒരു ബാങ്കിൻ്റെ മുന്നിലും പോയി ക്യൂ നിന്നില്ല, ആൾക്കാർ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടു. അങ്ങനെയാണ് സംരംഭത്തിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങി 2016 നോട്ട് നിരോധന സമയത്താണ് സംരംഭം വരുന്നത്. സംരംഭം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ രസമായിരുന്നു. അന്ന് സുമേഷ് ചേട്ടൻ പറഞ്ഞു, നീ പറഞ്ഞപ്പോൾ ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചില്ല, സാധനം കളറായിട്ടുണ്ട്, ക്യാഷ് ഞാൻ ഇപ്പം തന്നെ ഇട്ടേക്കാം, നീ രത്നാകരൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് രത്നാകരൻ ടീമൊന്നുമില്ല, ഒറ്റയ്ക്ക്. അന്ന് എനിക്കൊരു പാർട്ണർ ഉണ്ടായിരുന്നു, ആൾ പിന്നീട് ഇതിൽ നിന്ന് പോവുക ചെയ്ത്. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു പേയ്മെൻറ്റ് വാങ്ങി. ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ സംരംഭം തുടങ്ങുന്നത്. അന്ന് ടീമെന്നൊന്നും പറയാൻ ആരുമില്ല, എഴുത്തും ഓട്ടവും യാത്രയൊക്കെ ഏകദേശം ഒരു തനിച്ചു പോലെ തന്നെയായിരുന്നു. ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, അദ്ദേഹം കൂടെ വരുമായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ്
കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അന്ന് എല്ലാവരും കാശ് തന്നു, അക്കൗണ്ടിൽ എല്ലാവരും നോട്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. പാരഗണിൻ്റെ സുമേഷ് ചേട്ടൻ വിളിച്ചിട്ടൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ നവ്യ ബേക്കറി, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ തുക എന്ന് തന്നത് നവ്യ ബേക്കറിയാണ്. എനിക്ക് പ്രിൻറ്റിന് വരുന്നൊരു കോസ്റ്റ് വെച്ചിട്ട് ഞാൻ 40,000 രൂപ എന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ 40,000 രൂപ സാങ്ഷൻ ചെയ്തൊരു ബന്ധമൊക്കെ ഇന്നും ഉണ്ട് കേട്ടോ അദ്ദേഹമായിട്ട്. നമ്മൾ 2016 മുതൽ ആ ഒരു രംഗൂരിലുള്ള ആ ഒരു ബന്ധം ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പോഴും അദ്ദേഹമൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം അങ്ങനെ തന്നെ കാത്തു സൂക്ഷിച്ച്. അതെ അതെ, അന്നോട്ടുള്ള എല്ലാ ക്ലയൻറ്റും ഇപ്പോൾ പാരഗണിൻ്റെ സുമേഷ് ചേട്ടനെ ആണെങ്കിലും അന്നോട്ടിട്ട് ഇതുവരെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും വിളിക്കുന്ന ഒരു ബന്ധം എന്നല്ല, നമുക്കൊരാവശ്യം വന്നാൽ വിളിച്ചിട്ടൊരു പരസ്യം വേണമെന്നൊക്കെ പറയാവുന്ന രീതിയിലും പിന്നെ ചെല്ലുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാവുന്ന ഒരു ബന്ധം എല്ലായിടത്തും സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് സംരംഭം ശരിക്കും പറഞ്ഞാൽ. പക്ഷെ പിന്നെ എൻ്റെ സംരംഭം എന്നായതും വേറൊരു കഥയാണ്. സംരംഭത്തിൻ്റെ ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ നിന്ന് RNA ഒരു കത്ത് വന്നു, സംരംഭം എന്ന് പറയുന്ന പേര് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് സ്വകാര്യ വിതരണത്തിൽ നിന്ന് വെച്ചിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ എൻ്റെ സംരംഭം, നമ്മുടെ സംരംഭം, നിങ്ങളുടെ സംരംഭം എന്നൊക്കെ പറഞ്ഞിട്ട് 4 ഓപ്ഷൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം മനസ്സിൽ തോന്നിയൊരു പേരാണ് എൻ്റെ സംരംഭം. അത് ചെറുതാക്കിയിട്ട് വെച്ചു എൻ്റെ സംരംഭം എന്നുള്ളത്. അപ്പോൾ ആരും കാണില്ലല്ലോ, സംരംഭം എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യും, എൻ്റെ ഇങ്ങനെ കുഞ്ഞതായിട്ടിരിക്കും. പക്ഷേ അതിന് ലൈസൻസ് കിട്ടി, അങ്ങനെയാണ് എൻ്റെ സംരംഭം ആകുന്നത്. പന്നമ്മ എപ്പോഴാണ് പിക്ചറിലോട്ട് വന്നത്? ഞാൻ ആക്ച്വലി പിക്ചറിലോട്ട് വരുന്നത് ഒരു സംരംഭമൊക്കെ തുടങ്ങി സക്സസ് ആയി, അത്യാവശ്യം കേരളത്തിലെ ഒരു പ്രീമിയം നമ്പർ 1 എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് മാറിയതിന് ശേഷമാണ് ഞാൻ വരുന്നത്. ഞാൻ ആക്ച്വലി എൻ്റെ നാട് ഇടുക്കിയില്ല, ഞാൻ ജനിച്ചു വളർന്ന എല്ലാം അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെ, ഞാനിപ്പോൾ ആദ്യം സെറ്റ് ചെയ്തപ്പോൾ ചേട്ടനോട് പറയുമായിരുന്നു എൻ്റെ മൈക്കിൻ്റെ മോളിൽ വെച്ചിട്ട് ഞാൻ ജനിച്ചു വളർന്നൊക്കെ അടിമാലിലാണ്. അപ്പോൾ കുഞ്ഞിലെ മുതൽ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പ്രസംഗിക്കും, നന്നായിട്ട് സംസാരിക്കും, സ്റ്റേജ് ഫിയർ ഇല്ല, ഇങ്ങനത്തെ ഒരു പരിപാടിയില്ല. അപ്പം ഞാൻ എനിക്കൊന്ന് 4 വയസ്സ് 5 വയസ്സുള്ളപ്പോൾ ഒക്കെ പ്രസംഗിക്കും. അപ്പം ഇപ്പം ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ നാട്ടിലെ ചേട്ടന്മാർ ഞാൻ എങ്ങനെയാണ് കുഞ്ഞിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. മറ്റേ രണ്ട് വയസ്സുള്ള എന്നെ അല്ല, ശരിക്കും ഞാൻ 4 വയസ്സിൽ പ്രസംഗിക്കുമായിരുന്നു. 4 വയസ്സിലോ? ദൈവസ്നേഹത്തെ കുറിച്ച് പിന്നെ ചുമ്മാ പറയാ എൻ്റെ പൊന്നു സുബിനെ, 4 വയസ്സിലൊന്നും പ്രസംഗിക്കില്ല, എഴുതി ഇപ്പം അങ്ങനെയാണ്. 4 വയസ്സിൽ നമുക്ക് ഈ പോലും അറിയാൻ പാടാത്ത കാലഘട്ടത്തിൽ എങ്ങനെ വെച്ച പ്രസംഗിക്കണേ. അന്നമ്മ ചുണ്ടടക്കും പുറകില് ഡബ്ബി. അങ്ങനെ നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിനും ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പോൾ അന്ന് മുതൽ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു കോഴ്സും പഠിക്കാൻ പോകണ്ട, ജേർണലിസം പഠിക്കാൻ പോകും. കാരണം ഒത്തിരി വർത്താനം പറയാവുന്നവരാണ്. 4 വയസ്സുള്ളപ്പോഴോ? അല്ല, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ളവരാണ് ജേർണലിസ്റ്റുകൾ എന്നൊക്കെയുള്ളൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഭയങ്കര ബോൾഡാണ്. നമുക്കപ്പോൾ നമ്മുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ ജേർണലിസം ആണ്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കും. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ 4 വയസ്സുള്ളപ്പോൾ ജേർണലിസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ചാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് 2 വയസ്സുള്ളപ്പോൾ കളക്ടർ ആവണമെന്നും മറ്റായിരുന്നു ആഗ്രഹം. ഇനി ഇത്ര ചോദ്യം പാർട്ട്ണർഷിപ്പിനെ കുറിച്ചല്ലേ, ഞാൻ എഴുന്നേറ്റ് പോവായി. മനസ്സിലായില്ലേ ഏകദേശം എങ്ങനെയാണെന്ന്? അതാണ് എന്റെ മെയിൻ ചോദ്യം. അപ്പോൾ ഞാൻ അങ്ങനെ പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ 9ൽ പഠിക്കുന്ന സമയത്ത് 13 വയസ്സുള്ളപ്പോൾ എൻ്റെ മമ്മി മരിച്ചു. അപ്പോൾ മമ്മി മരിച്ചതിന് ശേഷം ലൈഫ് മുഴുവൻ ഒന്ന് മാറി. നമുക്ക് പിന്നെ എല്ലാം ട്വിസ്റ്റായിരുന്നു. കുറേ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഡിഗ്രി എനിക്ക് ജേർണലിസം പഠിക്കുന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഹിസ്റ്ററി എടുക്കാനൊക്കെ ആയിരുന്നു ഇഷ്ടം. പക്ഷേ വീട്ടിലാരും സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം എന്ന് പറഞ്ഞ് ഇതിന് നമ്മുടെ MG യൂണിവേഴ്സിറ്റിക്ക് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. MG യൂണിവേഴ്സിറ്റിയുള്ള മുഴുവൻ വിശ്വാസം തുറന്നു. അങ്ങനെ BA ഇംഗ്ലീഷ് വിത്ത് ജേർണലിസം പാസ്സായി. അങ്ങനെ ഞങ്ങൾ കോതമംഗലത്ത് എൽദോമാർ ബൈസേലിസ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ അപ്പോൾ ആ സമയത്തൊക്കെ ഫിനാൻഷ്യലി നല്ല സ്ട്രഗിൾ ഒരു സമയമായിരുന്നു. അപ്പോൾ പിന്നെ പഠിക്കാൻ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ചേട്ടന് കൊടുക്കുന്ന വലിയൊരു ബേർഡനായിരിക്കും. എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഞാനത് എൻ്റെ ചേട്ടന് കൊടുക്കുന്ന വലിയൊരു ബേർഡനായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞു. അന്ന് ചേട്ടൻ ഇവിടെ എറണാകുളത്ത് സെസ്സിൻ്റെ ഓപ്പോസിറ്റ് ഒരു കമ്പനിയിൽ ചെറിയൊരു ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ എഞ്ചിനീയറിംഗ് പഠിച്ചത്. ചേട്ടൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? അല്ല, എൻ്റെ ബ്രദറുമായിട്ട് ഇവള് ഫ്രണ്ടാണ്. അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഞാനിവിടെ എറണാകുളത്ത് ജോലിക്ക് വരികയാണ്. ഒരു ചെറിയൊരു മാഗസീനിൽ എഴുതാൻ വേണ്ടി വരികയാണ്. ഡിഗ്രി ജസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഇവിടെ എറണാകുളത്ത് വന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 6-7 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു മാഗസീനിലേക്ക് മാറി. അവിടെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം അതുവരെ നമ്മൾ ഈ മമ്മി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിൽ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കണം. അപ്പം വീട്ടുകാരുടെ അഭിപ്രായം ചോദിക്കണം, അമ്മ വീട്ടുകാർ. അപ്പം എല്ലാവരും ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരാളോട് ചോദിച്ചാൽ മതിയല്ലോ, കെട്ടിയവരോട് മാത്രം ചോദിച്ചാൽ മതിയല്ലോ.
അങ്ങനെയാണ് ഞാൻ 21ാമത്തെ വയസ്സിൽ എന്താ കെട്ടിയേക്കാൻ പോകുന്നുള്ള തീരുമാനം. 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഞാൻ 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. അല്ല എന്തോ പുള്ളിക്ക് വലുത് വരായിരുന്നു. അപ്പം കല്യാണം കഴിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ നേരെ ഞാൻ മൂവാറ്റുപുഴയിലേക്ക് ഷിഫ്റ്റായി. അത് കഴിഞ്ഞപ്പോൾ 1 year കഴിഞ്ഞപ്പോഴേക്കും മോനുണ്ടായി. മോൻ 1 വയസ്സായപ്പോൾ മുതൽ കരിയർ റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പോൾ എനിക്ക് വളരെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ബിബി എന്ന പേര്. വളരെ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പം കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ഹസ്ബൻഡിനെ അവൻ അളിയാന്ന് എപ്പോഴും വിളിക്കുന്നത്. അപ്പം അവൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ചേട്ടായിക്ക് ഒരു മാഗസീൻ ഉണ്ട്. പിന്നെ ലൈഫിൽ ചേഞ്ച് അവൻ്റെ ആ ഒരു ഡയലോഗാണ്, എൻ്റെ ചേട്ടായിക്ക് ഒരു മാഗസീൻ ഉണ്ട് ചേച്ചി ഒന്നും നോക്കണ്ട, നമുക്കൊരു ദിവസം അവിടെ ഇന്റർവ്യൂവിന് പോകാം, നമുക്ക് അങ്ങനെ അവിടെ ജോലിക്ക് കയറാന്ന് പറഞ്ഞു. ഓക്കെ എന്നിലായിട്ട് തമ്മിലുള്ള സൗഹൃദവും ബന്ധമൊക്കെ അതോടെ അങ്ങനെ ഞങ്ങള് ഞാൻ അവൻ്റെ അടുത്ത് വന്നു. അവന് ഞാനിവിടെ സംരംഭത്തിന്റെ ഓഫീസിൽ, അന്ന് കടവന്ത്രയാണ് ഓഫീസ്, കടവന്ത്രയിലത്തെ ഓഫീസിൽ വന്നു. ഞാനങ്ങനെ അവിടെ ജോലിക്ക് വരികയാണ്. അപ്പൊ വരുന്നത് മാർക്കറ്റിങ്ങിനെ അല്ല, 2018 ഞാൻ വരുന്നത് ഇതിന് മാർക്കറ്റിങ്ങിനെ അല്ല, ഞാൻ വരുന്നത് ജേർണലിസ്റ്റ് ആയിട്ട് എഴുതാനാണ് വരുന്നത്. വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സംരംഭത്തിന്റെ, ഞാൻ വരുന്നത് ജൂലൈ 3rd ഒന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. മോശപ്പെട്ട ദിവസം അന്ന് മറ്റേ ശനിയായിരുന്നു. തിങ്കളാവാൻ യാതൊരു സാധ്യതയില്ല. ജൂലൈ 3rd വീക്കില് സംരംഭത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഇവന്റ് നടക്കുകയാണ്, ഗോഡ്സ് ഓൺ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇതിന് മുന്നേ വർക്ക് ചെയ്ത കമ്പനി ഒരു ഗോഡ്സ് ഓൺ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ അതിന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഒരുപാട് ഇവന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവൻറ്റിൽ. ഇവൻ്റ് ഒക്കെ കഴിഞ്ഞ് വളരെ സക്സസ് ആയിരുന്നുള്ള വിശ്വാസത്തിലൊക്കെ വന്നിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഭയങ്കര അഭിമാന പുരസ്കാരം വന്നിരിക്കുകയാണ്. ലൈക്ക് എന്താ കുറേ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഭയങ്കര ഹാർഡ് വർക്കിങ്. ഞാൻ എൻ്റെ 1 വയസ്സുള്ള കൊച്ചിനെയും കൊണ്ട് വന്ന് എല്ലാ കസ്റ്റമേഴ്സിനും ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുന്നു. ഭയങ്കര എന്താ പറയുക, നമ്മളവിടെ എന്നെയും കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ ഇവർക്ക് പറ്റുമെന്നുള്ള നമുക്കൊരു തോന്നലുണ്ടല്ലോ. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം എല്ലാവരും അവരെയാണ്, ഞാൻ ഓഫീസിൽ വന്നിരുന്ന കസ്റ്റമേഴ്സിന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്നു, സെലക്ട് ചെയ്ത്. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞ് എനിക്കൊരു ഓർമ്മ പോലും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഈ പരിപാടി നിർത്തിക്കോ. 2-3 കസ്റ്റമേഴ്സ് ആ സമയത്ത് പോയി, ഫോട്ടോ കിട്ടാത്തോണ്ട്. രംഗു വന്നിട്ട് പറഞ്ഞു, നീ സംരംഭത്തിലെ നിന്റെ ജോലി നിർത്തിക്കോ, നീ ജോലി. ഇപ്പൊ ഞാൻ ആദ്യം കേട്ടോ ഭയങ്കര ടെൻഷനായി. അതെന്താ അങ്ങനെ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്നെ കൊണ്ട്, എനിക്ക് ഭയങ്കര ടെൻഷനായി. ടെൻഷനായി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എഴുതണ്ട, നീ മാർക്കറ്റിംഗ് ചെയ്ത്, നിനക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ഒരാളുടെ അടുത്ത് പോയി നമ്മള് ശരിക്കും പറഞ്ഞ ഒരാളെ കിട്ടുമല്ലോ, നമ്മൾ എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതീക്ഷയിൽ ഒരാളെ എഴുതാൻ വേണ്ടി ഇരുത്തും. അപ്പോൾ അയാൾ എഴുതുന്നൊന്നും ശരിയാവില്ല, നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞിടാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ പറയും, നിനക്ക് എഴുതാൻ പറ്റില്ല, നീ ഒന്ന് മാർക്കറ്റിങ്ങിലൊന്ന് ശ്രമിച്ചു നോക്ക്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ നടന്നില്ലെങ്കിൽ എന്താ പറയും, നീ ഒന്ന് സർക്കുലേഷനിൽ ശ്രമിച്ചു നോക്ക്. ഈ പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ഹൈക്കാണ് ശരിക്കും പറഞ്ഞ മാർക്കറ്റിംഗ്. അതൊക്കെ പറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഇത്രയും ഡയലോഗ് ഒക്കെ അടിക്കെങ്കിലും ഞാൻ പറയും എൻ്റെ ഗുരുവാണെന്ന് പറയും കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനെ ഇനി എന്നെ ട്രോളത്തില്ല. അല്ല അപ്പൊ ആള് പറയുന്നതിൽ ഭയങ്കര കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് പിച്ച് ചെയ്യേണ്ടത്, അങ്ങനെ നമുക്കൊരു ബാലപാഠങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആകെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ വർത്താനം പറയൂ. വെറുതെ ഇരുന്നിട്ടാണെങ്കിലും ഒന്നും അറിയില്ലാത്ത ടോപ്പിക് ആണെങ്കിലും, ഇപ്പൊ സുബിൻ എന്നോട് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലെങ്കിലും എനിക്ക് എല്ലാം അറിയാന്നുള്ള രീതിയിൽ ഇരുന്ന് വർത്താനം പറയും. ഇപ്പൊ പഠിച്ചു. അപ്പൊ വിക്കിപീഡിയ ഒന്നും വേണ്ട, വെറുതെ മണ്ടത്തരങ്ങളായിരിക്കും പറയാം, എന്നാലും ഞാൻ പറയും. അപ്പൊ അങ്ങനെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തന്നെ ബ്രാൻഡിങ് അല്ല മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി പോയി തുടങ്ങി. നിങ്ങൾ എത്ര പേരുടെ ടീം ഉണ്ടായിരുന്നു? നമ്മൾ 9 പേരുടെ ടീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നൊരു എംപ്ലോയി ആണ്. അപ്പോൾ അങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് രംഗു വീണ്ടും പഠിപ്പിച്ചു തരികയാണ് എൻ്റെ ഓരോ തെറ്റുകൾ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെന്ന് കസ്റ്റമറുടെ അടുത്തുനിന്ന് സംസാരിക്കുന്ന പോലെ അല്ല അടുത്ത കസ്റ്റമറുടെ അടുത്ത് പോയി സംസാരിക്കേണ്ടതെന്ന് എൻ്റെ കൂടെ വന്ന് കാണിച്ചു തന്ന്. അതിപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ എംപ്ലോയീസിനെ അങ്ങനെ തന്നെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത തവണ പോകുമ്പോൾ രംഗു സംസാരിക്കാതിരിക്കും, എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സംസാരിച്ചതിലെ മിസ്റ്റേക്കുകൾ എന്താണെന്നും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതിലെ നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മോട്ടിവേറ്റ് ആവുമല്ലോ നമ്മൾ. അപ്പം അങ്ങനെ ഓക്കെ, ഇതൊരു നൈസ് ജോബാണ്, പുതിയ ആൾക്കാരെ കാണുന്നു,
നമ്മൾ അറിയാത്ത കേൾക്കാത്ത ആൾക്കാർ പിന്നീട് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിൽ ഉണ്ടാവുന്നു. അവരുമായിട്ട് നമ്മളൊരു ബന്ധം സൂക്ഷിക്കുന്നു. നാളെ നമ്മുടെ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നത് പോലെ അവർ മാറുന്നു. അപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കിട്ടിയ അതുപോലെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് കാരണം ഒരു ക്ലയന്റിനെക്കാളും ഒരു ഫാമിലി അതെ ഇപ്പൊ നമുക്കിടയിലും ഇപ്പൊ നമ്മൾ കണ്ടിട്ട് ഫെബ്രുവരി നമ്മൾ മീറ്റ് ചെയ്ത് മുത്തച്ചേട്ടൻ എന്ന് പറയണോ? എന്നെ മൂത്ത ചേട്ടനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അത്ര ഏജാന്നായിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്കൊരു ഫാമിലി അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ടാക്കി. നമ്മുടെ അജ്മി പുട്ടുപൊടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അഭിമാനത്തോട് പറയാം അവരുടെ ആദ്യത്തെ ബ്രാൻഡ് സ്റ്റോറി ഇരുന്നൊക്കെ നമ്മളാണ്. അപ്പൊ ഇപ്പോഴും നമ്മൾ റാഷിക്കാൻ ഇക്കാന്നാ വിളിക്കുന്നത്. ഇപ്പം നമ്മൾ മൂന്നുപേരാണെങ്കിലും വല്ലപ്പോഴേ വിളിക്കുന്നുള്ളൂ, കാണുന്നുള്ളൂ, സംസാരിക്കുന്നുള്ളൂങ്കിലും ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ ഈ ഫെബ്രുവരി വരുമ്പോൾ ഒരു വർഷമാകും. അല്ല, നീ ഫോൺ ഓൺ ആക്കാറുണ്ടോ? പക്ഷെ അവിടെ ബന്ധം സ്നേഹോടുണ്ട്. അവിടെ ഇപ്പൊ നിന്നെ ഞങ്ങളൊരു 100 തവണ വിളിച്ചിട്ട് നീ എടുത്തില്ലെങ്കിൽ 101 തവണ വിളിക്കുമ്പോ ചേച്ചിന്ന് വിളിക്കുമ്പോ നമ്മളെ കലിഞ്ഞു പോകും. ഓ ചെക്കൻ ഇനി പെണ്ണിലാട്ട് തിരക്കായിരിക്കും, അങ്ങനെ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ നമ്മളൊരു ബന്ധം സൂക്ഷിക്കുക. അപ്പൊ ഈ ജോബിനോടൊരു രസം തോന്നി. അപ്പൊ അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ ഇതാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. ബ്രാൻഡ് മാർക്കറ്റിംഗ് ചെയ്യാം, മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് ഒരു നമുക്കൊരു നമ്മുടെ കഴിവിനെ തന്നെ നമുക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡ്. ആ സമയത്ത് മാഗസിൻ മാത്രമേ ഉള്ളൂ, ഇവന്റ്സ് അങ്ങനത്തെ ഇവന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഇവന്റ് കമ്പനിയല്ല, നമ്മൾ കേരളത്തിലെ ഓൺട്രപ്രണേഴ്സിന് വേണ്ടിയിട്ട് ഇവന്റുകൾ നമ്മുടെ സംരംഭത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തും. കാരണം ഒരു നല്ലൊരു ഇവിടെ എല്ലാവരും ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ബ്രാൻഡുകളെയാണ് വീണ്ടും വീണ്ടും അവാർഡുകൾ കൊടുത്ത് ആദരിക്കുന്നത്. പക്ഷെ വളർന്നു വരുന്ന ഓൺട്രപ്രണേഴ്സിനാണ് ഇങ്ങനെ ഈ അവരുടെ വളർച്ചയുടെ പാതയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ്മെന്റ്സും റെക്കഗ്നൈസേഷനും ഒക്കെ വേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് രംഗു സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇവന്റുകൾ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ 2019 വരെ കുറച്ച് കാലം 2018 ജൂലൈ മുതൽ 2019 മാർച്ച് വരെ സംരംഭത്തിൽ എംപ്ലോയി ആയിട്ട് നല്ല സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്കൊരു ബേസായി, ഇതാണ് എൻ്റെ ഫീൽഡ് എന്നുള്ളൊരു ബേസായി നല്ല രീതിയിൽ തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. നമുക്ക് മുൻമാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചുമ്മാ അങ്ങ് ചെയ്യുന്ന സാധനം പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ശരിയായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ മാറ്റി ചെയ്യുന്നു, തെറ്റുന്നു ശരിയാക്കുന്നു. മറ്റേ ഈ വലിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയില്ലേ, ഒരു തവണ തെറ്റ് ചെയ്യണം പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണമെന്ന്. ഞങ്ങൾ ഇവിടെ തെറ്റിയാൽ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, 14 പ്രാവശ്യം ശരിയാക്കണം. നമുക്ക് ഭയങ്കര പതുക്കിയായിരുന്നു, കുറേ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 2019 വരെ സംരംഭത്തിൽ തന്നെ നിന്നു. 2019 ശേഷമാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ചാനൽ, അന്ന് പേരൊന്നും ഇട്ടിട്ടില്ല, നമുക്കൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ഇത്. അന്ന് ഞാൻ എംപ്ലോയി ആണ്, പക്ഷെ ഷമിയുമായിട്ട് നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന ആളുണ്ടല്ലോ സ്പാർക്കിൽ, അദ്ദേഹമായിട്ട് ഇങ്ങനെ ഒരു ടോക്ക് ഇവർക്കിടയിൽ ഉണ്ടാവുന്നത്. ശരിക്കും നമുക്കൊരു പ്രചോദനമായിരുന്നു വെച്ചാൽ നമ്മൾ 2016 ഈ സംരംഭം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി തൊടുപുഴയ്ക്ക് പോയി. അപ്പോൾ തൊടുപുഴയ്ക്ക് വരൂ നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ഞാൻ വരൂ എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു പൾസറാണ്, ഒരു ബ്ലാക്ക് പൾസറാണ്, ഒരു 12-13 രൂപയ്ക്ക് അന്നെടുത്ത അതിവില കൂടിയ ഒരു വണ്ടിയാണ്. അതിൽ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാലാണ് തൊടുപുഴയിൽ പോയിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 200 രൂപയ്ക്ക് അടിക്കാനുള്ള കാശിന് പെട്രോൾ അടിച്ചിട്ട് ഞങ്ങൾ നേരെ തൊടുപുഴയ്ക്ക് പോയി. തൊടുപുഴയിൽ ചെന്നതിനേക്കും ഇരിക്കുന്നുണ്ട്. ആദ്യമായിട്ടൊരു മനുഷ്യൻ അകത്ത് കയറ്റിയിരുത്തുന്നത്, ചായ വേണമെന്ന് ചോദിച്ചു. ഓ സന്തോഷം, ചായ തരുന്നു, ഇരിക്കാൻ പറയുന്നു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ കുടിക്കാം, ചായ മതി, മധുരം കുറച്ച് മതി. അങ്ങനെ ചായയൊക്കെ കുടിക്കുന്നു. ഒരു ചായ കൂടെ പറയുന്നു, നല്ല ടേസ്റ്റുള്ള ചായയായിരുന്നു. അങ്ങനെ പറഞ്ഞ് ചായ കുടിച്ചിട്ട് പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു സാധനം തുടങ്ങുന്നത്? ഒരിക്കലും ഇങ്ങനൊരു സാധനം തുടങ്ങരുതെന്ന് നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇവിടേക്ക് വിളിച്ചത്. എന്തോരം പേരുണ്ട്, അവർക്ക് തന്നെ ഇവിടെ പ്രോഫിറ്റ് ആക്കാൻ പറ്റുന്നില്ല. ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് കാശ് വേണം, ഒരുപാട് പണം വേണം, പിന്നിൽ ഒരുപാട് ആൾക്കാർ. ഞാൻ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് എന്നെ ഉപദേശിക്കുകയാണ്. ഒരു 10-35 മിനിറ്റോളം പുള്ളി കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപദേശിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ചേട്ടനെ ഉപദേശിക്കണം, അത് ഞാൻ കേട്ടല്ലോ, എനിക്ക് പോകാം, അല്ലെങ്കിൽ ചേട്ടൻ എനിക്കൊരു പരസ്യം തരണം. ഇത് രണ്ടും തരാതെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടില്ല. ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഞാൻ നശിക്കുമായിരിക്കും. ചേട്ടൻ ഇപ്പോൾ ഒരു തീരുമാനം പറ, ഒരു പരസ്യം തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ എന്തായാലും നിനക്ക് പരസ്യമൊന്നും തരാൻ പോകണില്ല, മാക്സിമം പോയാൽ 2 മാസം കഴിയുമ്പോൾ നിനക്ക് വല്ല ജോലി ആവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടോളാൻ പറഞ്ഞു.
അങ്ങനെ ഞാൻ തൊടുപുഴയിൽ നിന്ന് അന്ന് മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത്. പിറവം കാക്കൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഈ കാളവയലൊക്കെ. പിന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പോയി കണ്ടിട്ടില്ല. ഈ എൻ്റെ ബിറ്റ് നമുക്ക് അയച്ചു കൊടുക്കാം, കട്ട് ചെയ്ത് ഞാൻ റീലാക്കിയത്. അപ്പം ഞാൻ തിരിച്ചിങ്ങനെ വരികയാണ്. അതൊരു ദാരിദ്ര്യം പിടിച്ച കോലാണല്ലോ. ഇപ്പൊ കുറച്ച് ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് മുഖത്തുനിന്ന്. അപ്പം ഈ ഫോട്ടോ ഉണ്ട്, ഇത് നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ഫോട്ടോ അപ്പം ഞാൻ പിറവം കാക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഭയങ്കര മഴ പെയ്തു. അന്ന് റെയിൻകോട്ടില്ല, റെയിൻകോട്ട് മേടിക്കാൻ കാശില്ല, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വണ്ടി ഇങ്ങനെ നിർത്തിയിട്ട് അവിടെ കാക്കൂർ ഒരു ചെറിയ ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി കയറിയിരുന്ന് ഒരു ചായയും ഒരു പഴംപൊരിയും കഴിച്ചു. അപ്പോൾ ഭയങ്കര ടേസ്റ്റുള്ള പഴംപൊരി. ഇപ്പോൾ നമുക്കൊരാഗ്രഹം തോന്നുന്നു, ഒരു പഴംപൊരിയും കൂടെ കഴിക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ആഗ്രഹം. റിമാക്കലിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു മീൻ വറുത്തം കൂടെ കിട്ടണമെന്ന് പറഞ്ഞ പോലെ ഒരു പഴംപൊരിയും കൂടെ കഴിക്കണം. എങ്ങനെയൊക്കെ തപ്പിട്ടും ഒരു പഴംപൊരിക്ക് അത് 10 രൂപ 12 രൂപ ഉള്ളൂ. 10 രൂപ തികച്ചെടുക്കാൻ നമ്മുടെ കയ്യിലില്ല. വളരെ സങ്കടത്തോടെ ആ പഴംപൊരിയിലേക്ക് നോക്കി അവിടെ ഇരുന്ന് ഈ പഴംപൊരി കഴിക്കാതെ എന്ത് ചെയ്ത്, കഴിക്കാൻ കാശില്ല, ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ചില്ലുകൂട്ടിൽ പഴംപൊരിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നൂല്ലോ. അന്ന് നമ്മൾ നടന്നൊരു തീരുമാനം എടുത്തു, ഒന്നെങ്കിൽ ഇതുകൊണ്ട് മിനിമം പഴംപൊരി വാങ്ങാനുള്ള കാശെങ്കിലും സമ്പാദിക്കണം. കാരണം ജോലി ചെയ്തപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. മാസം ശമ്പളം കിട്ടുന്ന ഒരു ചായ കുടിക്കാനുള്ള കാശൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഭയങ്കര ഇമ്മൻസീവ് റിച്ച് എന്നല്ല, എന്നാലും നമുക്കൊരു ചായ കുടിക്കാം, ഭക്ഷണം കഴിക്കാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, എന്താ എങ്ങനെയെങ്കിലും ഇതിൽ രക്ഷപ്പെടണം. ശരിക്കും അങ്ങനെ കുറേ അവഗണനകൾ എന്ന് വെച്ചാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മളോട് പറയും തരാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. വലിയ വലിയ ബ്രാൻഡുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ്, അവർക്ക് ഈ വളർന്നു വരുന്ന സംരംഭകരോടും ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ ചെറിയ ആളുകൾ എന്ത് പറയുന്നത് വെച്ചാൽ നിന്നെ കൂടെ പറ്റില്ല, നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ വിടും. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ദാരിദ്ര്യം കാണും. അപ്പോൾ നമുക്ക് 2 തീരുമാനം എടുക്കാം. ഒന്നെങ്കിൽ ഒരു പണി എടുത്തിട്ട് ചായ കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതിൽ നിൽക്കാം എന്ന് തീരുമാനിക്കാം. അപ്പോൾ എനിക്ക് പിറവായിട്ടൊരു അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്. ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജെനുവിനായിട്ടുള്ള കൺസേൺ ആണ്. അതും പിറവത്തു നിന്നാണ് വന്നത്. ശരിക്കും പിറവം സംരംഭത്തിൻ്റെ യാത്രയിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളൊരു സ്ഥലം പിറവം. അവിടെ നിന്ന് പിന്നീട് കാശുണ്ടായപ്പോൾ നമ്മൾ ആ കടയിൽ പോയി ഒന്നും അറിയാത്തവനെ പോലെ നിറയെ പഴംപൊരിയും ചായയൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഒരു സന്തോഷം. പോയപ്പോൾ നമ്മളവിടെ കയറിയിട്ടുണ്ട്. ഒരു മാനസിക സന്തോഷം അവിടെ നിന്ന് പഴംപൊരി കഴിക്കുക എന്ന് പറയുമ്പോൾ. പ്രത്യേകിച്ച് അന്ന് തോന്നിയ ടേസ്റ്റ് അങ്ങനെ വഴിത്തിരി ഉണ്ടായ കുറേ സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ ഈ ചില അച്ചീവ്മെന്റ്സ് വരുമ്പോൾ ആ സ്ഥലത്ത് പോവാറ്. എന്റെ കോളേജ് എങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ കോളേജിൽ പോയി അവിടെ നമുക്ക് തോന്നും നമ്മൾ എന്തോ ആയെന്നല്ലേ. അതെ അതെ, അങ്ങനെ അതുപോലെ അനുഭവിച്ചത് കോളേജ്. എല്ലാവർക്കും ഉണ്ടാകുന്നു ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ. ഒരു സംരംഭകൻ മെറിറ്റ് കൊണ്ട് മാത്രമല്ലേ കയറി വരുന്നത്. മെറിറ്റില്ലാണ്ട് ആർക്കെങ്കിലും കയറി വരാൻ പറ്റുമോ? അല്ലെങ്കിൽ നെപ്പോ കിഡ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അവരാണെങ്കിൽ പോലും മെറിറ്റ് ഉണ്ടെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മെറിറ്റ് ഇല്ലാതെ ഒരു സംരംഭകൻ ഉണ്ടാകുന്നില്ല. ബാക്കി എല്ലാ പൊസിഷനിലും നമുക്ക് കാശ് കൊടുത്തൊക്കെ കയറാം. ഒരു സംരംഭകനാകണമെങ്കിൽ പ്യുവർലി അവിടെ ഒരു മെറിറ്റ് ഭയങ്കരമായിട്ട് വേണം. ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു വ്യക്തിക്ക് നമ്മുടെ സംരംഭത്തെ പൂർണ്ണമായിട്ടും വിജയിപ്പിക്കാനും പറ്റില്ല. നമ്മൾ അങ്ങനെ വിജയിപ്പിക്കുവാണെങ്കിൽ എല്ലാവരും ജയിച്ചു പോയാലോ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ തീരുമാനം എടുക്കാൻ ആൾക്കാർക്ക് പറ്റില്ല. ജോലിയുണ്ട്, സേഫാ, എനിക്ക് കാശ് കിട്ടുന്നുണ്ട്, ഇത് പോയാൽ എന്ത് ചെയ്യും, റിസ്ക്കാ. അല്ല, ഭയങ്കരമായ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മുട്ട തികച്ചു വാങ്ങാൻ കാശില്ലാത്ത സമയമുണ്ട്. ഇപ്പോൾ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കുട്ടിക്ക് ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോഴും ഈ ദാരിദ്ര്യം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണല്ലോ. സംരംഭം ശമ്പളം കൊടുക്കുന്നുണ്ടോ വാടക കൊടുക്കുന്നുണ്ടെങ്കിലും നമുക്കെടുക്കാനൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നോക്കുമ്പോൾ നമ്മളെല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്കെടുക്കാൻ എന്തുണ്ടാവില്ല. നമുക്കൊരു 1000 രൂപ ഒരു ദിവസം തികച്ചെടുക്കാൻ ഉണ്ടാകില്ല. പലപ്പോഴും വാടക കൊടുക്കാനുണ്ടാവില്ല. വാടക കൊടുക്കാത്തതുകൊണ്ട് താഴത്ത് വന്ന് ഫ്യൂസ് ഉരുക്കൊണ്ട് പോയേക്കണ ഓണറുണ്ട്. രാത്രി വന്ന് പുള്ളി ഫ്യൂസ് ഉരുക്കൊണ്ട് ചെയ്യും. വാടക വന്നിട്ട് ഇനി ഫ്യൂസൊക്കെ ഇട്ടിരുന്നാൽ മതി. അല്ല, ഇങ്ങനെ ഒരു സൈഡ് ആർക്കും ഉണ്ടെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ സംരംഭത്തിൽ വരുമ്പോഴും എനിക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് സാലറി കിട്ടും. പക്ഷേ ഞാൻ പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പായി നമ്മളൊരു കമ്പനിയൊക്കെ ആയി കഴിയുമ്പോൾ കാണുന്നത് നമുക്ക് കൃത്യമായിട്ട് സാലറി തന്നാലും വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ കയ്യിൽ ചിലപ്പോൾ ഒരു 10 രൂപയുടെ നോട്ടൊക്കെ വെച്ചിട്ട് പോകുന്നവരായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഫോട്ടോസുബിയും കണ്ടിട്ടില്ല. നമ്മുടെ സഫാൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്. നമ്മുടെ എല്ലാ ഷൂട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സഫാന്. അപ്പോൾ ഞാനും സഫാനും കൂടി ഒരിക്കൽ തൊടുപുഴയ്ക്ക് ഒരു ഷൂട്ടിന് വേണ്ടി പോവാം. അപ്പോൾ പോണ വഴിക്ക് എന്നോട് സഫാൻ ചോദിച്ചു, അന്നമ്മയുടെ ആഗ്രഹം എന്താ എന്ന് ചോദിച്ചു. അതിന് എന്താ അന്നമ്മ ഫ്യൂച്ചറിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുന്നേടാ അവന്മാരെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എന്നാണെങ്കിലും സംരംഭത്തെ കേരളത്തിലെ നമ്പർ 1 എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ എത്തിക്കും. അത്രയും ഹാർഡ് വർക്ക് അവർ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നവരുടെ കൂടെ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അപ്പം നീയാണെങ്കിലും ഞാനാണെങ്കിലും ഇപ്പം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കമ്പനിയുടെയും തുടക്കത്തിൽ ആദ്യം മുതൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് കൂടെ എല്ലാ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സ്റ്റാഫ് വലിയ വലിയ പൊസിഷനിൽ എത്തിക്കുന്ന കഥകളാണല്ലോ നമ്മൾ കേട്ടേക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരെ വലിയ വലിയ പൊസിഷനിൽ CEO ആക്കാനും അങ്ങനെ അല്ലെങ്കിൽ GM ആക്കാനൊക്കെ ഉള്ള ഒരു പൊസിഷനിലേക്ക് വളർന്നു നിൽക്കുന്ന കഥകളാണ് നമ്മൾ കേട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന കുറേ ഇൻട്രപ്രണേഴ്സ് ആണ്, അതായത് എംപ്ലോയി ആയിട്ട് വന്നതിന് ശേഷം ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വന്നേക്കുന്നവരാണ്. അപ്പം ഞാനെന്ന് സഫാനോട് പറഞ്ഞു, അവന്മാർ എന്നാണെങ്കിലും കഷ്ടപ്പെട്ട് ഇതിനെ നല്ല രീതിയിൽ എത്തിക്കും. പട്ടിണി കിടന്നിട്ടാണെങ്കിലും വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെങ്കിലും സംരംഭത്തിന് നല്ല രീതിയിൽ എത്തിക്കും. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാൽ എനിക്ക് ഉറപ്പാണ് ഒരു 5 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ നമ്പർ 1 ബിസിനസ് മാഗസിൻ്റെ നല്ലൊരു പൊസിഷനിൽ ഞാൻ ജോലി ചെയ്യുമെന്ന്. അപ്പോൾ അത്രയും ഇവർ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. അത് ഭയങ്കര റെസ്പെക്ട് തോന്നുമായിരുന്നു ആ ഒരു ഹാർഡ് വർക്കിനോട്. സ്വന്തം കൊച്ചിനെ കാണുന്നത് പോലെ. പക്ഷെ നമുക്ക് അങ്ങനത്തെ എംപ്ലോയീസിനെ ഇപ്പൊ കിട്ടാനില്ല, അതാണ് ഏറ്റവും വലിയൊരു കാര്യം, വലിയൊരു പ്രശ്നമാണ്. ഞാൻ നമ്മുടെ ഓഫീസിൽ വരുന്ന എല്ലാവരോടും പറയും, ഇതേ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് ഞാനിരിക്കുന്ന പോലെ ഒരു പൊസിഷൻ നിങ്ങൾക്ക് ഒരു കസേര അവിടെ ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ ഉള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണിയെടുത്തിട്ട് മുതലാളി ബുള്ളറ്റ് വാങ്ങി. കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഒരു എൻഫീൽഡ് എടുത്തായിരുന്നു. അപ്പൊ മുതലാളി ബുള്ളറ്റ് മേടിച്ചു. ഇത് ശരിയാവില്ലല്ലോ, നമുക്ക് കിട്ടേണ്ട കാശില്ലേ മുതലാളി. അപ്പൊ ഞാൻ അവിടെ ചിന്തിക്കുന്നത്, എനിക്ക് സാലറി തരാൻ വേണ്ടി എനിക്കൊരു പ്ലാറ്റ്ഫോം വേണമല്ലോ, അല്ലെങ്കിൽ ഞാനൊരു ഓൺട്രപ്രണർ ആവണം. എന്നെ കൂടെ ഓൺട്രപ്രണർ ആവാൻ സാധിക്കാത്തത് കൊണ്ടാണല്ലോ ഞാൻ ജോലിക്ക് വരുന്നത്. അപ്പൊ ഞാൻ ജോലിക്ക് വരുമ്പോൾ എനിക്ക് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഓപ്പർച്യൂണിറ്റി ഒരുക്കി തരികയാണ്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് മാസം ഇത്ര രൂപ സാലറി തരാൻ വേണ്ടിയിട്ട്. അവിടെ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് മുതലാളി കാറ് മേടിക്കണമെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. ഞാൻ പണിയെടുക്കുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഈ എൻഫീൽഡ് വാങ്ങിയതൊരു കഥയാട്ടോ. നിങ്ങൾക്ക് എല്ലാത്തിനും സ്റ്റോറി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. എൻ്റെ പണ്ടോട്ട് അച്ഛന് വീട്ടിൽ എൻഫീൽഡ് ഉണ്ടായിരുന്നു. ഒരു 55 മെയ്ഡ് ഇംഗ്ലണ്ട് വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്രഷനൊക്കെ അടിച്ചിട്ട് നോക്കി അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നൊരു വണ്ടി. അത് ഭയങ്കര സൗണ്ട്, ഇങ്ങനെ ഫസ്റ്റ് ടോപ്പ് ഗിയറിനെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി അത് പോകുമ്പോൾ ആൾക്കാരിങ്ങനെ നോക്കും. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ എൻ്റെ മനസ്സിലുള്ളൊരു വണ്ടിയാണ് എൻഫീൽഡ്. അപ്പോൾ എനിക്ക് എൻഫീൽഡ് എടുക്കണമെന്ന് ഭയങ്കര മോഹമുണ്ട്. ശമ്പളം ഉണ്ടെങ്കിലും വീട്ടിലെ റെൻ്റ്, വാടക അങ്ങനെ എല്ലാം കൊടുത്ത് ലോണും അടച്ചു ചെയ്യുമ്പോൾ നമുക്ക് തികയുന്നില്ല. അപ്പോൾ അന്ന് തൊട്ടേ എൻഫീൽഡ് വാങ്ങാൻ ആഗ്രഹിക്കും. അങ്ങനെ ആദ്യം എറണാകുളത്ത് സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞിട്ടൊരു റോയൽ എൻഫീൽഡാണ്. അവിടെ കൊണ്ടുപോയി 5,000 രൂപ എടുത്തിട്ട് എൻഫീൽഡ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തപ്പോൾ 30,000 രൂപ തികച്ച് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് എടുക്കാൻ പറ്റത്തില്ല. 5,000 രൂപ കൊടുത്തു. അതിന് തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ ഒരു മോട്ടോഴ്സ് ഉണ്ട്, അതിൻ്റെ പേര് എൻ്റെ വായിൽ നിന്ന് പോയി, കൈസൺ എന്ന് അങ്ങനെ എന്തോ ആയിരുന്നു. അവിടെ കൊണ്ടുപോയി 5,000 രൂപ അടച്ചു. അത് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, നടക്കുന്നില്ല. അങ്ങനെ പിന്നെ വണ്ടി എടുക്കാനുള്ളൊരു കയ്യിലേക്ക് ക്യാഷ് വരുന്ന സമയത്താണല്ലോ നമ്മൾ അഹങ്കാരം കൊണ്ട് സംരംഭകനാകുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാ തവണ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കും. എൻഫീൽഡ് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് എൻഫീൽഡ് ഇല്ലാത്ത എല്ലാ ആൾക്കാരുടെയും കയ്യിൽ എൻഫീൽഡായി. ആൾക്കാർ പറഞ്ഞു തുടങ്ങി കാക്കയ്ക്ക് കല്ലിടുന്ന പോലെയായി എൻഫീൽഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ ആഗ്രഹിച്ച് ഒരുപാട് കാലങ്ങൾ കാത്തു നിന്ന് ഒരു വണ്ടി എടുത്തതാണ്. അത് സ്റ്റാൻഡേർഡ് ഒരു എൻഫീൽഡ് അന്ന് എടുത്തത്. അതെന്ന് വെച്ചാൽ അത്രയും വലിയ പ്രയത്നമാണ്. ഇവർ കാണുമ്പോൾ ഒരു 6 മാസം തോന്നുമെങ്കിലും നമ്മുടെ ഒരു 2012 തൊട്ട് ആഗ്രഹിച്ചിട്ടാണ് 2016 ആകുമ്പോൾ ഈ വണ്ടി 18 ആകുമ്പോഴേക്കും നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. ഏകദേശം ഒരു 6 വർഷത്തെ കാത്തിരിപ്പുണ്ട് ഒരു വണ്ടി എടുക്കാനായിട്ട്. പിന്നീട് പെട്ടെന്ന് വണ്ടികളൊക്കെ വന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ സംരംഭകൻ്റെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാടുകളുണ്ട് ആദ്യത്തെ ഒരു 3 വർഷം. കാരണം ഞാൻ നല്ല കഷ്ടപ്പാട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ദാരിദ്ര്യം വരും, കറി വയ്ക്കാൻ പറ്റാതെ വരും. എനിക്കൊരു 5 മുട്ട തികച്ചു വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നാടൻ മുട്ട വിട്ടുന്ന കടയിൽ പോയിട്ട് വേണ്ട 5 മുട്ട എപ്പോഴും ചോദിക്കും, 3-4 ആയിട്ട് ചോദിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു 10 കുറവ് തരില്ല, 10 തികച്ച് നമുക്ക് വാങ്ങാൻ പറ്റില്ല. 10 വാങ്ങണമെങ്കിൽ അന്ന് 100 രൂപ വേണം. താറാമുട്ടയാണ് 100 നമുക്ക് തികച്ചെടുക്കാൻ ഉണ്ടാവില്ല. എല്ലാ സംരംഭകൻ്റെയും ജീവിതത്തിൽ ഇത് എൻ്റെ മാത്രം കഥയൊന്നുമല്ല. ആൾക്കാർക്ക് പക്ഷേ ഇത് മനസ്സിലാവത്തില്ല. എല്ലാവരും ചിന്താഗതി ആൾക്കാർ ഇത് ബിസിനസ് ചെയ്ത് കാശ് വരുമ്പോൾ എന്താ നീ എടുക്കാത്ത, അല്ലെങ്കിൽ എന്താ സേവ് ചെയ്യാത്ത. പക്ഷെ നമുക്ക് വരുന്നതെല്ലാം എന്തുവാ, നമുക്ക് ബിസിനസ് നടത്താൻ വേണം. 1000 രൂപ കിട്ടിയാലും 10,000 രൂപ കിട്ടിയാലും 1,00,000 രൂപ കിട്ടിയ ബിസിനസ് തന്നെ നമുക്ക് വേണ്ട. പക്ഷെ ഇത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് നമ്മുടെ കുടുംബത്തിന് മനസ്സിലാവത്തില്ല. അല്ല, ആർക്കും മനസ്സിലാവാത്ത ഞങ്ങളുടെ ഫാമിലിക്ക് മനസ്സിലാവും. അത് ഞാൻ ചോദിക്കാനുള്ളൊരു അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു കുട്ടിയായിട്ട് ജനിച്ചിട്ട് വരുന്നു, കുട്ടിക്ക് ഒരു 6 മാസമായപ്പോൾ നമ്മൾ ചെറിയൊരു വീട്, ഒരു 5,000 രൂപയുടെ ഒറ്റമുറി വീട്ടിലായിട്ട് താമസം മാറുന്നു. അപ്പം മുതൽ വീട്ടിലിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം, കൊച്ചിന് അസുഖം വരുന്നു. കൊച്ചിന് അസുഖം വരുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു 400 രൂപ അഡ്മിഷൻ ഫീസ് അടയ്ക്കണം.
ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, പുല്ലേപ്പടിയിലൊരു കടയുണ്ട്, സുഗുണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഞാൻ DC ബുക്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു കടയാണ്. ഭയങ്കര നല്ലൊരു ചേട്ടനാണ്, നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, വലിയ മായമൊന്നുമില്ല. ആ കട ഇപ്പോൾ അവിടെ നിന്ന് പോയി, കാരണം പുള്ളി അങ്ങനെ വലിയ കച്ചവടക്കാരനൊന്നുമല്ല. അപ്പോൾ ഞാൻ രാവിലെ അന്ന് പൾസറായിട്ട് കൊച്ചിനെ ആശുപത്രി കൊണ്ടുവരണം. അപ്പോൾ രാവിലെ ഞാൻ ഭാര്യനെ കുട്ടീനെ അപ്പുറത്ത് നിർത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. വേറെ ഒന്നുമില്ല, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് 500 രൂപ, എൻ്റെ ഒരു 300 റുപ്യുണ്ട്. ഒരു 500 രൂപയും കൂടി ഉണ്ടെങ്കിലാണ് ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ വീട്ടുകാരോട് ചോദിച്ചാൽ കിട്ടുമായിരിക്കും. നമ്മൾ നമ്മുടേതായ ഒരു ഇഷ്ടത്തിനൊരു തീരുമാനം ചെയ്തിട്ട് അവളുടെ വീട്ടിൽ ചോദിച്ചാലോ എൻ്റെ വീട്ടിൽ ചോദിച്ചാലോ ചിലപ്പോൾ 500 1000 ഒക്കെ തരുമായിരിക്കും. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചോദിക്കാനുള്ള സാഹചര്യം നമുക്ക് നഷ്ടമാകും. നമുക്ക് പറയാൻ പറ്റില്ല ഒരു 500 രൂപ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണം എന്ന് പറയാൻ പറ്റില്ല. കൂട്ടുകാരോട് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൊക്കെ ഫോൺ എടുക്കാണ്ടായി, കാരണം ഇവൻ വിളിക്കണത് 1000 രൂപ കടം മേടിക്കാനായിരിക്കും, പിന്നെ അത് കിട്ടില്ല. അത് കാരണം പലരും എടുക്കാത്ത ഒരു കോളുകൾ ഞാനിപ്പോൾ എടുക്കാറില്ല. അല്ല, ഞാൻ എല്ലാവരും എടുക്കും കേട്ടോ, തിരിച്ചടിച്ചെടുക്കും. സഫാൻ ഞാൻ സംരംഭത്തിൽ ജോലിക്ക് വരുന്നതോടെ മുതൽ സഫാനാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം സഫാൻ 2 പേയ്മെന്റ് കൊടുത്തിട്ടില്ല ഷൂട്ട് ചെയ്തതിന്റെ. ഇന്ന് എന്താണെങ്കിലും ഈ പേയ്മെന്റ് മേടിച്ചിട്ടേ പോളൂ തരുന്നത്. സഫാൻ ഞാൻ പറഞ്ഞെങ്കിൽ സഫാനൊക്കെ സ്റ്റോറി പറഞ്ഞേക്കാൻ രസമാണ്. സഫാൻ വരികയാണ് ഓഫീസിലേക്ക്, ഇന്ന് പേയ്മെന്റ്. അപ്പോൾ രംഗു എന്തോ തിരക്കി നിൽക്കുന്നതാരും സഫാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു എംപ്ലോയിയുടെ ഫോണിലേക്ക് രംഗു വിളിച്ചു. അപ്പോൾ സഫാൻ പറഞ്ഞു, സ്പീക്കർ ഇട്ടേ, എനിക്കൊന്ന് സംസാരിക്കണം, ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്പീക്കർ ഇട്ടപ്പോൾ രംഗു അവളോട് ചോദിക്കാണ്, എടി നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ അവള് പറഞ്ഞു, എൻ്റെ കയ്യിൽ എന്തോ 50 രൂപ അങ്ങനെ ഉണ്ട്. നിനക്ക് അതിനകത്ത് എത്ര വേണം? ചേട്ടാ എനിക്ക് ചായ കുടിക്കാൻ വേണം. എന്നാൽ നീ ഒരു 20 രൂപ കൈ പിടിച്ചിട്ട് ബാക്കി 30 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത്. അപ്പോൾ പക്ഷെ സഫാൻ പറയും, അപ്പൊ തന്നെ ഞാൻ വാടാ പോവാൻ. അല്ല, ഈ കള്ളവണ്ടി കയറുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ കള്ളവണ്ടി കയറി പോയേണ്ടായ ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പോകേണ്ടത് ABC മദനിക്കാനാണ്. എനിക്ക് മുൻപരിചയങ്ങളൊന്നുമില്ല. കണ്ണൂർ തളിപ്പറമ്പ് ഷോപ്രിക്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലിരിക്കുന്നു. ഞാൻ വിളിച്ചു, സംരംഭം എന്ന് പറഞ്ഞ മാഗസീനിൽ നിന്നാണ്. അത് ഇറങ്ങിയിട്ടൊന്നുമില്ല, പേര് പക്ഷേ എന്തോ കേട്ട് ഫെമിലിയർ, എന്തോ വലിയ സാധനമാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. മൂപ്പര് എത്ര വലിയ ടേൺ ഓവറിലാണെന്നൊന്നും എനിക്കറിയാൻ മേല. അപ്പോൾ ഇവിടുന്ന് എൻ്റെ മേജർ ഒരു വണ്ടിയാണ് അങ്ങോട്ട് ഇൻ്റർസിറ്റി. രാവിലെ ഞാൻ വഞ്ചനാട്, തിരുവനന്തപുരമാണെങ്കിൽ വഞ്ചനാടിന് പോകും, ഇങ്ങോട്ടാണെങ്കിൽ 6:30 ഇൻ്റർസിറ്റി ഒരു വണ്ടിയുണ്ട്, ഒരു കണ്ണൂർ വണ്ടിയുണ്ട്. ആ വണ്ടി കയറിയിട്ട് ഞാൻ കണ്ണൂർ ഇറങ്ങി. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ കാശില്ല. അപ്പോൾ എൻ്റെ 1 രൂപയില്ല. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, ആരുടെയും ചോദിക്കണം. ആരും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, ഇദ്ദേഹത്തോട് ചെല്ലാമെന്ന് പറയുകയും പോയി. ഞാൻ രണ്ടും കൽപ്പിച്ച് നേരെ എറണാകുളം സ്റ്റാൻഡിൽ മറ്റേ സൗത്ത് ജംഗ്ഷനിൽ ചെന്നു, എറണാകുളം സ്റ്റേഷനിൽ ചെന്നു. അവിടെ ഇൻ്റർസിറ്റി കയറി അങ്ങോട്ട് ഇരുന്നു. ഇൻ്റർസിറ്റി കയറിയിരുന്ന് ഞാൻ വളരെ കൂളായിട്ട് കണ്ണൂർ പോയി ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത് ഭാഗ്യത്തിന് ചക്കറോ ഒന്നും വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, അവർ ചെല്ലോ. ഇറങ്ങിപ്പോയി മദനിക്കാനെ കണ്ടു. അത് ഷോപ്രിക്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ടാണ്. അവിടെ വെച്ച് അദ്ദേഹം മുഴുവൻ നടന്ന് കാണിച്ചു തന്നു. ഞാൻ ആദ്യത്തെ പരസ്യം കിട്ടിയ സമയമാണ്. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കള്ളവണ്ടി കയറിയിട്ടുണ്ട്, നമ്മൾ പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അന്നൊരു വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഞാൻ ഈ സ്പാർക്കും ഞങ്ങൾ എല്ലാവരുടെയും കഥകളൊക്കെ കേൾക്കാൻ പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് നമുക്കതെന്താ കഥകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നമുക്ക് അന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരില്ല. നമുക്കൊരു ലക്ഷ്യം, അന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ട്, എങ്ങനെയും ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം, എന്നൊന്ന് പിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്തോ ജനങ്ങൾക്ക് ഇഷ്ടമായി. അന്ന് ഇപ്പോൾ നമ്മളെ കാണാൻ ഇപ്പം മുതലാളിമാരെ കാണുമെങ്കിൽ ലുക്ക് അതൊക്കെ പറയുമല്ലോ, മുതലാളി എന്നുള്ളൊരു ഫീൽ. മുതലാളിനെ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല, പ്രൊഡക്റ്റ് കാണാൻ അടിപൊളി. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഇമ്പാക്ട്. കാരണം നല്ല മാഗസീൻ ഇപ്പൊ സുബിനൊക്കെ ചെയ്ത സമയത്തുള്ള ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, മുതലാളി കാണാൻ ലുക്കിലും മാർക്കറ്റിംഗ് പറയാൻ പറ്റുന്നത് അങ്ങനെയല്ല കേട്ടോ. ശരിക്കും ഇവരൊക്കെ വരുമ്പോൾ ഞങ്ങളാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസമില്ല. അപ്പം നമ്മൾ തന്നെ ഒരു കഥയുണ്ടാക്കി. അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മിക്കവാറും ഇത് കേൾക്കാൻ സാധ്യതയില്ല. ആഫ്രിക്കയിലെ അതിൻ്റെ പേരെൻ്റെ കയ്യിൽ നിന്ന് പോയി, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ആഫ്രിക്കയിലെ ഒരു വാൾമാർട്ട് പോലത്തെ ഒരു സ്ഥാപനമുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ മാർക്കറ്റും അങ്ങനെ ഭയങ്കര കച്ചവടമുള്ള ഒരാളാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മൂകാംബികയിൽ പോകും. എന്തോ ഈ ഹെലികോപ്റ്റർ ഇവിടെ വരും, അമ്മയായിട്ട് മൂകാംബികയിൽ പോകും. അങ്ങനെ ഒരു കഥ എന്നോട് ഒരാൾ പറഞ്ഞു. ആളുടെ പേരെൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ എനിക്കൊരു വഴിയില്ല. നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഓണർ നമ്മളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും കയറ്റിയിരുത്തുന്നില്ല. നമ്മളെ കാണാൻ ഒരു ഭംഗിയില്ല, ഇവനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. നമ്മൾ വരുന്നതൊരു വണ്ടിയിലാണ്. ഞാനിവിടെ നിന്ന് ഒരാളെ കാണാൻ വേണ്ടി രാവിലെ എനിക്ക് 10 മണിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് തന്നിട്ട് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ കാത്തിരുത്തി. നമ്മുടെ മുന്നേ വന്ന് എല്ലാവരും കയറ്റിവിട്ടു. നമ്മളെ കയറ്റിവിടാൻ പുള്ളിക്കോ പുള്ളിയുടെ സ്റ്റാഫിനോ തോന്നുന്നില്ല. കാരണം
വേറൊന്നുമല്ല, അവർ വിചാരിച്ചൊരു ലുക്കില്ല, നമുക്ക് ഒന്നും തന്നുമില്ല, നമ്മളെ പറഞ്ഞു വിടുകയും ചെയ്തു. ഞാൻ പുള്ളിയോട് പറഞ്ഞു, നിങ്ങൾക്കും തുടങ്ങിയപ്പോൾ ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളും തുടങ്ങിയിട്ടുണ്ടാകുക, ഇത്രയും നേരം വെയിറ്റ് ചെയ്യിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോന്നു. ഇപ്പോൾ നമ്മുടെ ക്ലൈൻ്റ് കേട്ടോ, ആൾ നമ്മുടെ ക്ലൈൻ്റാണ്, നല്ല ബന്ധമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, പുള്ളിക്ക് എന്തോ തോന്നി. പിന്നീട് അന്നും തന്നില്ല, പിന്നീട് എപ്പോഴേക്കുമായിട്ട് നമ്മളായിട്ട് ബന്ധം സൂക്ഷിച്ചു. നമുക്കും പുള്ളി അന്ന് നോക്കുന്ന ഒരു ബിസിനസ് ആംഗിളിലാണല്ലോ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നിരിക്കും. അത് പുള്ളിയുടെ തെറ്റല്ല, നമ്മുടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മളിനി ഇതിൻ്റെ ഓർഡർ തൽക്കാലം ആരും പറയുന്നില്ല. അപ്പോൾ അന്നന്ന് മാർക്കറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ എന്നൊരു കഥയുണ്ടാക്കി. ആഫ്രിക്കയിൽ ഇതിന് 4 ഇൻവെസ്റ്റർ ഉണ്ട്. അതിലൊരു ഇൻവെസ്റ്ററാണ് ഈ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, പേര് അന്നത്തെ കാലത്ത് ചുമ്മാ കണ്ടിട്ടൊന്നുമില്ലല്ലോ, ഒരു ബന്ധമില്ല. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ. പിന്നെ വേറെ 3-4 പേരുണ്ട്, അവരൊക്കെ ആഫ്രിക്കൻ ബേസ്ഡ് മൈനും ഒക്കെ ഉള്ളവരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ ആൾക്കാർക്ക് വലിയൊരു കമ്പനിയുടെ സ്റ്റാഫാണ് വരുന്നതെന്നുള്ളൊരു ഫീലായി. കാരണം നമ്മൾ ഒരു 500 രൂപയ്ക്ക് മുകളിലുള്ള ഷർട്ട് നമുക്ക് ഇടാനില്ല, നല്ലൊരു ചെരുപ്പ് നമുക്ക് ഇടാനില്ല. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യില്ല, ആ ഒരു വാല്യൂ നമ്മൾ ഓർഡറാണെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നല്ലതാണ്, നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് നന്നായിട്ടൊക്കെയാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്ന് പതുക്കെ പിന്നെ ആദ്യത്തെ ഇവൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്നയൊക്കെ വന്ന സമയത്തുള്ള ഇവൻറ്റ് മാർക്കറ്റിംഗ് വന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അത് യുണീക്ക് ബിൽഡർ. ഞാനിങ്ങനെ ഒരു രംഗൂൻ്റെ ഒരു ക്ലൈൻറ്റിൻ്റെ ഇവൻറ്റിന് വന്നപ്പോൾ ഞാൻ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാണ്. യുണീക്ക് ഐ ബിൽഡേഴ്സിന് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ രസമായിരിക്കും. ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സംരംഭം എന്ന് പറഞ്ഞൊരു മാഗസീനിൽ നിന്നും എൻ്റെ തിരുവനന്തപുരം റീജിയൻ നോക്കുന്നൊരു പയ്യൻ എന്നെ കാണാൻ വേണ്ടി വന്നു, സെയിൽസ് ചെയ്യുന്നത്. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. ഞാൻ അവൻ്റെ മാഗസീനിൽ സ്റ്റോറിയൊക്കെ ചെയ്തു. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവൻ സെയിൽസ് സ്റ്റാഫ് അല്ല, അവനാണ് അതിൻ്റെ ഓർഡർ എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി എന്ന് പറഞ്ഞത്. പുള്ളി അവിടെ വെച്ച് തന്നെ പുള്ളിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ ആ ഇവൻറ്റിൽ വന്ന ഒരുപാട് പേർക്ക് അതൊരു ഷോക്കായിരുന്നു. അതുപോലെ മെഡിമിക്സിൻ്റെ ഏരിയാനൂപ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ട്, വലിയ ഇവൻ്റാണ്, കുറേ പേര് വരുന്നുണ്ട്. കൊച്ചോസേപ്പ് സാറ് വരുന്നുണ്ട്, ഷീല കൊച്ചോസേപ്പ് വരുന്നുണ്ട്, മദനി വരുന്നുണ്ട്, VKC റസാക്ക് വരുന്നുണ്ട്, താങ്കളും വരണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി, വരും എന്നൊക്കെ ചിന്തിച്ചു. അതിന് പുള്ളിയോട് ഞാൻ എല്ലാ ഫോണിൽ കൂടെ ഒക്കെ പറയുന്നുണ്ട്, പുള്ളി എന്നൊക്കെ കേട്ടു. അതിന് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് തവണ ഫോളോ അപ്പ് ചെയ്തു. പുള്ളിയുടെ മാർക്കറ്റിങ്ങിലൊക്കെ ഭയങ്കര ഫോളോ അപ്പ്, ഞങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്ത ആളെ കൊണ്ടുവന്നു. അങ്ങനെ ആളിവിടെ എത്തി. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. കുറേ തവണയായിട്ട് ഒരാൾ വിളിക്കുകയാണ്, അത് കാരണം ഞാൻ നല്ല ബന്ധമായി. പിന്നീട് അങ്ങനെയാണ് മെഡിമിക്സിൻ്റെ ഏവിയാനും ചേട്ടൻ നമ്മുടെ ഇതിലേക്ക് വരുന്നത്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയും കൂടി ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ യാത്രയിൽ, കൊച്ചോസേപ്പ് സാറ്. അദ്ദേഹം ചെറിയ സംരംഭകരോട് കാട്ടുന്ന ഒരു മനസ്സ് ഭയങ്കര വലുതാണ്. നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളിങ്ങോട്ട് ഇതുവരെ വീഗാർഡിൻ്റെ പരസ്യമൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല, അങ്ങോട്ട് പരസ്യത്തിനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റിലൊരു ബന്ധവുമില്ല. പക്ഷേ നമ്മളൊരു പ്രോഗ്രാമിന് വിളിച്ചാൽ അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിന് വരും. ശരിക്കും പുതിയ സംരംഭകരാണ്, ഇവർ ചെയ്യുന്ന പരാജയപ്പെടുമെന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വരില്ല കേട്ടോ എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. അത്രയും വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും അവരൊരു ഫാമിലി പോലെ. നമ്മൾ 2018 ആദ്യത്തെ ഇവൻറ്റ് കൊച്ചോസി സാർ വരുന്നത്. രണ്ടാമത്തെ ഇവൻ്റായപ്പോൾ ഷീലാൻ്റെയും സാറും കൂടി ഒരുമിച്ച് വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിൻ്റെ വാല്യൂ കൂട്ടുന്നൊരു ഇതാണ്. അത് അദ്ദേഹത്തിന് പറയാം. അപ്പം അദ്ദേഹം ഭയങ്കര ചൂസ് ചെയ്യാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ ഞങ്ങളൊരു ഒരു ബ്രാൻഡിൻ്റെ അടുത്ത് ഒരുപാട് തവണ പോയി, എല്ലാ തവണ പോയപ്പോഴും ഞങ്ങളെ റിജക്റ്റ് ചെയ്ത് വിട്ടു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, എന്നാണ്ട് വിശേഷങ്ങൾ, ഇപ്പം എങ്ങനെ പോകുന്നു, കാര്യങ്ങളൊക്കെ പോകുന്നു എന്നൊക്കെ ചോദിച്ചു, വർത്താനൊക്കെ പണ്ട് പറഞ്ഞു. ഒരു ദിവസം ഓഫീസിലേക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു 8-9 തവണ പോയിട്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്ത് വിട്ടിട്ട് ബ്രാൻഡിൻ്റെ ഓർഡർ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നമുക്ക് അസോസിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ പ്ലാറ്റ്ഫോമൊക്കെ ഞാൻ കാണുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട്, നല്ല റീച്ച് വരുന്നുണ്ട്, കസ്റ്റമേഴ്സിനൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരെയും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്. അപ്പോൾ ഞങ്ങൾ ആയിക്കോട്ടെ, എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഞങ്ങൾ ചോദിച്ചു, 9 തവണ ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ റിജക്റ്റ് ചെയ്തില്ലേ, ഇപ്പം എന്നെ ഞങ്ങളെ വീണ്ടും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. പറഞ്ഞു, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ റീസണാണ് ഞങ്ങൾ ചോദിച്ചതെന്ന് പറഞ്ഞു. നിങ്ങളൊട്ടും ഗ്രീഡി അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടേം ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ എന്നും കാത്തു സൂക്ഷിക്കാറുണ്ട്, ഒട്ടും ഗ്രീഡി അല്ല എന്ന് പറയുന്നൊരു ടേം. കാരണം നമ്മളെ സംബന്ധിച്ച് വളർന്നു വരുന്ന ഒരു ഓൺട്രപ്രണർ, നമ്മളും ആ സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഗ്രീഡി ആവാതെ ഒരു ബന്ധം സൂക്ഷിക്കുക എന്ന് പറയുന്നതാണ് എപ്പോഴും അന്നും ഇന്നും ഇനി മുന്നോട്ടാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യം. അപ്പോൾ അതുപോലെ തന്നെ കൊച്ചോസി സാറൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രാൻഡിനൊരു വാല്യൂ കൂടുക. അദ്ദേഹം ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു കാര്യം ഞങ്ങളുടെ പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ പിള്ളേരും ഇപ്പം വരും, നേരെ സംരംഭം തുടങ്ങും. എന്നിട്ട് അവർ കറങ്ങണ കസേര, ഇരിക്കുന്ന ചെയർ എല്ലാം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത്
കമ്പനി പൂട്ടിപ്പോവും. പക്ഷേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പം ഞങ്ങളോട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഞങ്ങൾ കുറേ കാലം വർക്ക് ചെയ്തു, ഞങ്ങൾക്ക് വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ കാലം പണിയെടുത്തു, നല്ല എന്താ പറയുന്നത് നന്നായി പണിയെടുത്തു. എല്ലാ ബ്രാൻഡിലും പോയപ്പോൾ ഉഴപ്പാതെ ആ ബ്രാൻഡ് നമുക്ക് തന്ന വാല്യൂവിനേക്കാൾ കൂടുതൽ ആ ബ്രാൻഡിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തന്ന ശമ്പളത്തേക്കാൾ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളെ മാത്രമല്ലാതെ ഒരുപാട് ബ്രാൻഡുകളെ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ എന്തായി ഒരു ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്റർപ്രനറായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യമല്ലേ നോക്കുന്ന കാര്യം? മെറിറ്റ് ഞങ്ങളെപ്പോലെ തന്നെയല്ലേ അവരും. അല്ല എസ്റ്റാബ്ലിഷ്ഡ് അല്ല, പുതിയ തുടക്കക്കാരാണെങ്കിൽ അദ്ദേഹത്തിന്റെ മെറിറ്റ് അദ്ദേഹത്തെ പോയി കാണുമ്പോൾ അറിയാം. സുബിനായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ പറ്റി അല്ല ആദ്യം സുബിനോട് ചോദിച്ച ചോദ്യം ഉണ്ട്, എനിക്ക് സുബിന്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ചതാ. ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടാണ് ഞാൻ സുബിനെ തിരിച്ചു വിളിക്കുന്നത്, ശരിയല്ലേ? സുബിന്റെ ഫുൾ ഡീറ്റെയിൽസ് കീർത്തിക്ക് അയച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. എന്നിട്ടാണ് ഞാൻ പിന്നീട് ഞാനാണ് നമ്മള് മൂന്നുപേരായിട്ടുള്ള ആ കോൺവെർസേഷനിലേക്ക് വരുന്നത്. അവിടെ നമ്മൾ നോക്കുന്ന ആ വ്യക്തി ആ ബിസിനസ്സിനെ കാണുന്നത് സീരിയസ് ആയിട്ടാണോ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അദ്ദേഹത്തിന് അതിലൊരു പാഷനേറ്റ് ആയിട്ടാണ് ചെയ്യുന്ന ഒരാളാണോ? അപ്പം ഞങ്ങൾ ഒരുപാട് സംരംഭകരെ കാണുന്നുണ്ടെന്നേ. അതായത് ഇപ്പം നാളെ പെട്ടെന്നൊരു ബൂമായിട്ട് വരുന്നു, ഒരു കറങ്ങുന്ന കസേര മറ്റേ മണിയടിക്കുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നു, സാറിന് ചായയാണോ കോഫിയാണോ വേണ്ടതെന്ന് ചോദിക്കുന്നു. അതിനകത്ത് അങ്ങ് ഭയങ്കര ത്രില്ല് കാണുന്ന സംരംഭകരുണ്ട്. എന്നാൽ അവരൊത്തിരി കാലം നിലനിൽക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതൊരു തെറ്റാണെന്നല്ല കേട്ടോ, അല്ലല്ല അതല്ല, അതൊരു തെറ്റാണെന്നല്ല. നമ്മുടെ അത്ര ആസ്തി ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് തോന്നുന്നു ഒരു ലെവലിൽ ഗ്രോത്ത് ചെയ്ത് വരുന്നതായിരുന്നു. എന്നെ പറ്റി നല്ലത് പറഞ്ഞോണ്ടിരിക്കുന്നത് ഫ്ലോ കളയല്ലേ. അന്നമ്മ നിന്നെ കുറിച്ച് നല്ലതല്ല പറഞ്ഞത്, നീ നല്ലതാണെന്നൊരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഇപ്പം നമ്മൾ കാണുന്ന സമയത്ത് വലിയ പ്രായമില്ല, 27 വയസ്സേ ഉള്ളൂ. അപ്പൊ 27 വയസ്സിലൊരു വ്യക്തി ചെയ്യുന്ന ഹാർഡ് വർക്ക് ഉണ്ടല്ലോ. ഇപ്പൊ സാധാരണ ഈ ഒരു പ്രായത്തിൽ പിള്ളേർ അടിച്ചു പൊളിച്ച് നടക്കുന്നു, ജീവിതത്തിനോട് അങ്ങനെ വലിയൊരു എന്താ പറയണേ പൈസ ഉണ്ടാക്കണം, എങ്ങനെയും ഉണ്ടാക്കാം, എങ്ങനെയും ഒരു തോന്നലാണ്. ഈ ഒരു സമയത്ത് ഞങ്ങൾ കുറച്ചധികം പേര്, സുബിനെ പോലെ ഞങ്ങൾ 2-3 പേര് അങ്ങനെ കാണുന്നുണ്ട്. അവരെല്ലാവരും നമ്മളോട് ആ ചേട്ടാ ചേച്ചി എന്നുള്ള സ്നേഹബന്ധത്തിൽ നിൽക്കുന്നുണ്ട്. അവരെ കുറച്ചുകൂടെ ജീവിതത്തിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ മെറിറ്റ് എന്ന് പറയുന്ന സാധനത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പൈസയോട് വലിയ ആർത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഭാഗം ആളുകളെ അങ്ങനെയുള്ള വിഭാഗം ആളുകൾ കൂടുതലുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ കണ്ടെത്തുക, അവരുടെ കഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ പലപ്പോഴും പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, മാഗസീനിൽ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കച്ചവടം നടക്കും? എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ ഞാൻ എന്തിനാ എൻ്റെ കഥ പറയുന്നത്? പക്ഷേ ആ ഒരു കഥ കേൾക്കുന്ന സംരംഭകൻ തീർച്ചയായിട്ടും കഥ കേൾക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ചിന്തിക്കുന്നത്, ഇപ്പം ഞങ്ങളിടയ്ക്ക് തമാശയ്ക്ക് പറയും, യൂസഫ് അലി സാറിൻ്റെ നമ്മളിപ്പോൾ ലുലുവിൽ പോയാൽ അവിടെ നിന്നൊരു സാധനം നമ്മുടെ കൈ തെറ്റി താഴെ വീണ് നമ്മൾ ചിന്തിക്കും, അയ്യോ യൂസഫ് അലി സാർ എന്ന് നമ്മൾ ചിന്തിക്കും. അവിടെ ഏതെങ്കിലും ഡൗവിൻ്റെ ഷാമ്പുവോ അല്ലെങ്കിൽ സ്നിക്കേഴ്സ് എന്തെങ്കിലും ആയിരിക്കും താഴെ പോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് തന്നെ അയ്യോ യൂസഫ് അലി സാർ, കാരണം അദ്ദേഹത്തിനോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഇമോഷണൽ കണക്ഷൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്ഷൻ എല്ലാ ചെറിയ സംരംഭകനും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറിറ്റുള്ളൊരു സംരംഭകനെയാണ് നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ സ്റ്റോറി എഴുതി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഒത്തിരി വിരലിലുണ്ടാവുന്നതിന് അധികം ബ്രാൻഡുകളായിട്ട് നമ്മൾ അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പിന്നീട് അവർ വളരുമ്പോൾ ഞങ്ങളിങ്ങനെ തമാശയ്ക്ക് പറയും, നിങ്ങൾ 100 കോടി ആവണേന്ന് നിങ്ങളുടെ വീട്ടുകാരും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളായിരിക്കും. അല്ല ഇങ്ങനെയൊക്കെ കണ്ട അന്നമ്മ ഒരാൾ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു. അന്നമ്മ ഇങ്ങനെ ഭയങ്കര കടയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അന്നമ്മ ചെല്ലുകയാണ്. അന്നമ്മയോടെ ചെല്ലുന്നു, അവരൊക്കെ ഇരിക്കുന്നു, കട ഉദ്ഘാടനം ചെയ്യുന്നു, 6-ാം മാസം ഷട്ടിടുന്നു. അങ്ങനെ ഉണ്ടായ ചരിത്രമുണ്ട് കേട്ടോ. അന്നമ്മ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അന്നമ്മേനെ ഏൽപ്പിക്കാം. ശത്രുക്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ. അടുത്ത ചോദ്യം പാർട്ണർഷിപ്പിനെ കുറിച്ച്. അല്ല, പാർട്ണർഷിപ്പിനെ കുറിച്ച് പറയുന്നതിനേക്കാളും മുമ്പേ നമ്മൾ ആദ്യമായിട്ട് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ 2019 ഞാനും എന്നെയൊക്കെ പാർട്ണറായിട്ട് നമുക്കൊരു ഓഫീസ് സ്പേസ് വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ കാശുണ്ടെങ്കിൽ മാത്രമാണല്ലോ ഓഫീസ് സ്പേസ് നല്ലത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊരു ചെറിയ വീട്, അന്ന് കടവന്തരയിലാണ് ഒരു ഓഫീസ്. അപ്പോൾ ഒരു ചെറിയ വീട്, അതൊരു ശരിക്കും പറഞ്ഞാൽ അതിനൊരു കഥയുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ
ഓഫീസ് സ്പേസ് എല്ലാത്തിനും കഥയാണ്. കഥ ഉണ്ടാവണല്ലോ. ഞങ്ങളാണ് ഈ കഥ പറയുന്നവര്, ഞങ്ങൾക്ക് നിറയെ കഥകളും. ഞങ്ങളുടെ ആൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സർട്ടൺ എമൗണ്ട് ആൾ പറഞ്ഞ എമൗണ്ട് നല്ല എമൗണ്ടാണ്. അപ്പം ഞങ്ങളൊരു ചെറിയ പെർസെൻറ്റേജ് പറഞ്ഞു ഇതാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾ നമ്മളെ വിളിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ പോയി പ്രൊജക്റ്റ് ഒക്കെ അവതരിപ്പിച്ചു. എല്ലാവരും ഞങ്ങൾ വലിയ പ്രൊജക്ട്. ഈ കഥയാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ. നിങ്ങൾ രണ്ടുപേരുടെ പോയിട്ട് കരഞ്ഞുകൊണ്ട് എന്നമ്മ പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മീറ്റിംഗിന് പോയി അവരന്ന് പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവര് വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 48 hours ഞങ്ങൾ തിരിച്ചു വിളിക്കും. തിരിച്ചു വിളിച്ചാൽ നമ്മൾ ഈ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 48 hours തിരിച്ചു വിളിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പ്രൊജക്ട് കൊണ്ടുപോകുന്നില്ല. നമ്മൾ നല്ല സുഹൃത്ത് ബന്ധത്തില് ഇപ്പൊ ചെയ്തിട്ട് കച്ചവടമൊക്കെ ഇങ്ങനെ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നു, സന്തോഷം. പക്ഷെ അവർ 24 മണിക്കൂർ തിരിച്ചു വിളിച്ചു. അപ്പൊ 24 മണിക്കൂർ ആയില്ല, ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വിളിച്ചല്ലേ, ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്യാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഞങ്ങള് പിന്നെ ഡ്രിങ്ക് കാണാൻ തുടങ്ങി. ഇവര് തരുന്ന പൈസയും കൊണ്ട് ഞങ്ങൾ മറ്റേ ആ കോവിഡ് കഴിഞ്ഞേ ഉള്ളൂ. അവർ തരുന്ന പൈസ കൊണ്ട് മാത്രമല്ല, അവർ തരുന്നത് കൂടെ എടുക്കുന്ന കടത്തിലുള്ള ടീം. അവർ തരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കടം കൂടെ മേടിക്കുമല്ലോ. അതെല്ലാം ചേർത്ത് വൈറ്റിലെ KB സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈറ്റിലെ പാലം ഇറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു KB സ്ക്വയർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ഉണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ 10,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. ഈ 10,000 രൂപ കടം മേടിച്ചാണേ, 10,000 രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. മറ്റേ ആളെ വിളിച്ചിട്ട് അളക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു ഫീൽ, അതായത് ഇന്റീരിയർ ഡിസൈനർ വന്നിട്ട് മറ്റേ ഈ ലേസർ വെച്ചിട്ടാണ് ഇപ്പൊ അളവെടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇതിപ്പോ യാഥാർത്ഥ്യമാകും. അമ്മ ചില്ലിലൂടെ പുറത്തോട്ട് നോക്കുമ്പോ വൈറ്റിലെ പാലത്തിന്റെ കീഴെ കൂടെ വണ്ടികൾ പോകുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ഞങ്ങള് സ്വപ്നം കണ്ടു. ഞങ്ങൾ ഇവിടെ ഇത് ഞങ്ങളുടെ റൂം ഇത് ഇങ്ങനെ ഞങ്ങളെല്ലാം കണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവരായിട്ടുള്ള മീറ്റിംഗ് വരിക. അല്ല, ഒരു തമാശ കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചെയ്തു. ഇവിടുത്തെ ഓഫീസ് എന്തായാലും എടുക്കുവാണല്ലോ, ഒരു വാക്കും പറഞ്ഞു. അപ്പൊ നമ്മൾ പണി തുടങ്ങാനുള്ള കാരണം ഏൽപ്പിച്ചു. 2 ആഴ്ച കഴിഞ്ഞ മീറ്റിംഗ് നമ്മളുള്ള കടവന്തരയിൽ ഓഫീസ് എന്ത് ചെയ്തു, വിട്ടു. ഞങ്ങളൊരു 4 മാസം കൂടി വിടും. പണിയെടുക്കുക എത്ര നാളെടുക്കും? 2 മാസം. 2 കൂടിയിട്ട് 4 മാസം ഞങ്ങൾ വിടുവാട്ടോ ഈ ഓഫീസ് സ്പേസ്. നിങ്ങൾ വേറൊരാളെ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ അപ്പം തന്നെ വേറൊരാളോട് പറഞ്ഞു. അയാൾ ഓക്കെ പറഞ്ഞു. ഇവിടെ ടോക്കൺ കൊടുത്താൽ അഡ്വാൻസ് ചെയ്ത് 4 മാസം കഴിഞ്ഞ് ഓഫീസും പോയി. അങ്ങനെ ഞങ്ങൾ 4 മാസം കൂടിയാണല്ലോ അവിടെ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് യാത്ര ചെയ്തു. ബാക്കി എന്നെ പറഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്. അപ്പൊ സാധാരണ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്മാർ നമ്മുടെ കൂടെ അങ്ങോട്ട് വരുമൊന്നുമില്ല, അവരുടെ ഓഫീസ് സ്പേസിൽ പോയി കാണുമല്ലോ. പക്ഷെ ഞങ്ങൾ ഈ പറഞ്ഞാൽ ഞങ്ങളുടെ ഭയങ്കര ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ പറഞ്ഞു ഇനിയിപ്പോൾ അവരിങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടിക്കണ്ട, ഞാനും നിങ്ങളുടെ കൂടെ വരാമെന്നും പറഞ്ഞു ഞങ്ങളുടെ കാർ എടുത്തു. ഞങ്ങൾ ഈ കാറിന് പെട്രോൾ അടിച്ചത് ഈ ചാർട്ടേഡ് അക്കൗണ്ട് കാശ് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പുള്ളിക്കാരത്തിന്റെ വണ്ടി എടുത്തു. ഞങ്ങൾ നേരെ പോവാണ്. അവിടെ ചെന്ന് ഇരുന്ന് സംസാരമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവർ വേഗം ചെക്കൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞ തുകയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. തുക സെയിം, പക്ഷെ ഷെയർ സെയിം അല്ല. അപ്പൊ വേണമെങ്കിൽ നമുക്കത് അവിടെ ഓക്കെ പറഞ്ഞിട്ട് പോരാ. പക്ഷേ എന്തോ കാരണം നമ്മുടെ ഒരു കൊച്ചിനെ പോലെ വളർത്തിക്കൊണ്ടുവന്നൊരു സ്ഥാപനം, അതിനവിടെ വെച്ച് ഒരു വില പേശുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം വരുമല്ലോ. അല്ലെങ്കിൽ ആദ്യമേ പറയരുതായിരുന്നു, നോക്കി പറയരുതായിരുന്നു, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറയണമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ കാരണം അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അവര് തരാമെന്ന് പറഞ്ഞ തുകയ്ക്ക് ഞങ്ങൾക്ക് അതിന്റെ ഒരു 4 ഇരട്ടിയുടെ മൂല്യം ആ സമയത്തുണ്ടെന്നും അത് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകുമെന്നും ഏകദേശം അവർക്കൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. മേ ബി അറിയില്ല. ശരാ എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇപ്പൊ കണ്ണ് നിറഞ്ഞത് ഒരു കാണിക്കാനും പറ്റും, ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കുകയും ചെയ്യണമല്ലോ. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞിട്ട് അന്നമ്മ വിഷമിക്കൊന്നും വേണ്ട, പക്ഷെ എനിക്കിങ്ങനെ നമ്മളീ തൊണ്ടയിൽ ഒന്ന് സങ്കടം നിൽക്കുമെന്ന് പറയില്ല ചെറിയ, എനിക്ക് ഒന്ന് പൊട്ടിക്കറിയണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ ചെയ്യുന്നത് അപ്പൊ ഞാനിവനെ ഓപ്പോസിറ്റ് ഇരിക്കുന്നേ. അപ്പൊ ഇവന് ഇപ്പൊ ഞങ്ങൾ തമ്മിലൊരു കോംബോ വർക്കൗട്ട് ആവുന്ന കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചില്ലെങ്കിലും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏറെക്കുറെ മനസ്സിലാകും. അങ്ങനെയാണ് ഞങ്ങൾ ഈ മാർക്കറ്റിംഗിൽ ഒരുമിച്ച് പോയി പിന്നെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നപ്പോൾ ഒരു പാർട്ണർഷിപ്പിലേക്ക് വരാന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ ഈ മാർക്കറ്റിംഗ് കോംബോ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാനതിന് വേണ്ടി മുഖത്തേക്ക് നോക്കിയപ്പോ കോൺഫിഡൻസ് കുറവൊന്നുമില്ല. ഓ എന്താ കണ്ടിട്ടുണ്ട് മനസ്സിലായി, ഇനിയിപ്പോ കൂളായിട്ട് ഇരുന്നേക്കാ എന്ന് ചിന്തിച്ചു. അപ്പൊ ഭയങ്കര കൂളായിട്ട് എഴുന്നേറ്റ് ഷർട്ടൊക്കെ വലിച്ചിട്ട് പറഞ്ഞു വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോഴും പറയും എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ വിൻ ചെയ്തേക്കുന്ന എല്ലാവരും എവിടെന്നെങ്കിലും ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലെങ്കിലും ക്വിറ്റ് ചെയ്തേക്കുന്ന എല്ലാവരും എവിടെയെങ്കിലും വിൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വിൻ ചെയ്യാം, ഞങ്ങൾ ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്യാണ്, എവിടെയെങ്കിലും വിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മറ്റേ 5 ഡയലോഗ് അല്ല. അപ്പൊ പുറത്തിറങ്ങി നേരെ വാലടച്ചു കയറ്റ KPSC കരയില്ലേ, ഒറ്റ കരച്ചിലായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അന്ന് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ചാർട്ടേഡ് അക്കൗണ്ട് സാരമില്ല മക്കളെ പോട്ടെ,
അത് രംഗു എടുത്ത തീരുമാനം നല്ലതായിരുന്നു, എനിക്ക് അവിടെ വെച്ച് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ബിസിനസ്സാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, എന്താണ് ഈ രംഗു എടുത്ത തീരുമാനം നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിത് മോട്ടിവേറ്റ് ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു ഫുഡൊക്കെ മേടിച്ചു. പുള്ളിക്കാരത്തി ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ചു, ഞങ്ങൾ വിളിച്ചോണ്ട് പോയതാ. അന്ന് പുള്ളിക്കാരി പോയി ഭയങ്കര സന്തോഷത്തോടെ. ദീപ എന്നാണ്, നല്ലൊരു ലേഡിയാണ്, അവരാണ് നമ്മളങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്തത്. ദീപാമ്മ എന്നാ വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേര് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഫുഡൊക്കെ മേടിച്ചു. തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി ഒക്കെ കഴിച്ചു. ഞങ്ങൾക്ക് പുള്ളിക്കാരത്തി മേടിച്ചു തരുട്ടോ, ഞങ്ങളുടെ ബിരിയാണി ഭക്ഷണം കഴിക്കാം. എനിക്കാണെങ്കിൽ ടെൻഷൻ വന്ന അപ്പോൾ ഭക്ഷണം കഴിച്ച അവര് പോയി. ഞങ്ങൾ വണ്ടി കയറി ചാലക്കുടി വരെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിട്ടില്ല. ചാലക്കുടി എത്തി കഴിഞ്ഞപ്പോഴേക്കും ഞാനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, രംഗു മറ്റേ വണ്ടി ഓടിക്കുന്നു, അങ്ങോട്ട് മറ്റേ ഡോറിന്റെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന വണ്ടി ഓടിക്കുന്നു. ചാലക്കുടി എത്തി കഴിഞ്ഞപ്പോഴേക്കും രംഗു വന്നിട്ട് പറഞ്ഞു, അനമ്മേ നമുക്ക് ആരുടെ ഇൻവെസ്റ്റ്മെന്റ് എടുക്കണ്ട, ഇനി നമ്മൾ അങ്ങനെ ഒരു കാര്യം നോക്കണ്ട, പണിയെടുക്കാനുള്ള മനസ്സില്ലേ, ഇച്ചിരി ഡിലേ ആവുന്നല്ലേ ഉള്ളൂ, നമുക്ക് വേറൊന്നും, നമുക്ക് രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, സംസാരിക്കാനുള്ള നാവുണ്ട്, നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസമുണ്ടല്ലോ, നിനക്ക് വിശ്വാസക്കുറവൊന്നുമില്ലല്ലോ, നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ട് ഫാമിലി, എൻ്റെ ഹസ്ബൻഡും എങ്ങളുടെ വൈഫും, ഞങ്ങൾ 4 പേരുടെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കാൻ ഇനി ഞങ്ങൾ പിന്നെ നമുക്ക് ഫുഡ് ഒക്കെ വീക്ക്നെസ്സാ. അല്ല, ഇതില് അത് ഫുഡ് കഴിക്കുന്നതിനേക്കാളേറെ നമ്മുടെ പ്രശ്നം എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അവരും പറഞ്ഞു വിഷമിക്കണ്ട, കാരണം നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്റെ ഭാര്യ അങ്ങനെ പറയാറില്ല, എന്റെ ഭർത്താവ് മിക്കവാറും പറയാറുണ്ട്, എന്റെ ഭാര്യക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല, ഇയാൾ എന്തോ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പൊ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ വിഷമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, നിങ്ങൾ വിഷമിക്കേണ്ട, ഇത്രയും കാലം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. പക്ഷെ അവര് ഭയങ്കരമായിട്ട് വിഷമിച്ചുണ്ട്. അന്ന് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത്, അവർക്ക് മനസ്സിലായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. നമ്മുടെ നിർണായകമായ സമയങ്ങളിലെല്ലാം ഒരു ഫാമിലി സപ്പോർട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഫാമിലി നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സിംഗിൾ പാർട്ണർഷിപ്പിന്റെ. കാരണം എല്ലായിടത്തും പാർട്ട്നേഴ്സ് തല്ലിപ്പിരിയുന്ന കഥ നമ്മൾ കണ്ടിട്ടുള്ളൂ എല്ലാവരും. ഞാൻ കണ്ട് ഷൂട്ടിന് മുന്നേ അല്ല, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത്, നമ്മൾ 1 വർഷത്തോളം ഓഫീസ് സ്പേസ് ഇല്ലാണ്ട് മാഗസിൻ ഇറക്കി, ആരും അറിഞ്ഞില്ല കേട്ടോ. നമ്മള് അമ്മാത്തൊന്ന് പുറപ്പെട്ടു, പക്ഷെ ആലപ്പുഴ എത്തിയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയി. ഞങ്ങളുടെ ഇവിടെ എംപ്ലോയീസ് എല്ലാവരും പോയി, കാരണം ഓഫീസില്ലല്ലോ, ഇവരിവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യും. ഒരാൾ മാത്രം ഒബ്റോൺ മാളിന്റെ ഫുഡ് കോർട്ട്, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ലുലു മാളിന്റെ ഫുഡ് കോർട്ട്, ഇവിടേക്ക് ഇരുന്ന് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് രംഗൂന് ഒരു ആക്സിഡന്റും പറ്റി. അപ്പൊ നമുക്ക് പിന്നെ ഞങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റ് രംഗുവിന്റെ വീട്ടിൽ പോകും, കാരണം രംഗുവിന് എഴുന്നേറ്റ് നടക്കാൻ വയ്യായിരുന്നു, നടുവിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ രംഗുവിന്റെ വീട്ടിൽ പോകും, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യും. പക്ഷെ ആർക്കും അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ പോകുന്നത്. ഞാൻ ഒരിക്കൽ വണ്ടി എടുത്തോണ്ട് ഞങ്ങൾ ഇങ്ങനെ പോരുവാ, അപ്പം നമ്മളിങ്ങനെ എക്സോസ്റ്റഡ് ആവുമെന്ന് പറയില്ലേ, ഇനി എന്നെ ചെയ്യണ്ടേ, ഇതെല്ലാം കൂടി നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി അങ്ങ് പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മൊമെന്റില് ഞാനിങ്ങനെ രംഗു എന്നെ ഒന്ന് പിക്ക് ചെയ്തു. ഞങ്ങളിങ്ങനെ ഇറങ്ങി നേരെ എങ്ങോട്ട് പോകണ്ട അറിയില്ല, എവിടെ പോവും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മറ്റേ ഒബ്റോൺ മാളിലെ ഫുഡ് കോർട്ടിൽ എല്ലാവർക്കും ഞങ്ങൾ പരിചയമായി. അപ്പം ലാപ്ടോപ്പൊക്കെ ആയിട്ട് വൺ സെറ്റപ്പ് അവിടെ പോയിരുന്നു, രാവിലെ വർക്കിങ്. അപ്പൊ പക്ഷേ ചായ കുടിക്കാൻ ഞങ്ങൾ താഴെ പോയിട്ട്, കാരണം ഒബ്റോൺ മാളിൽ 35 രൂപ ചായക്ക്, പുറത്ത് പോയി കഴിഞ്ഞാൽ 15 രൂപ. പക്ഷെ അന്ന് നമുക്കിങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്, കച്ചവടം എല്ലാ കാര്യം നടക്കുന്നുണ്ട്, ആർക്കും മനസ്സിലായിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രംഗുവിനോട് ചോദിക്കാനുണ്ട്, രംഗു എന്നേലും എടാ എന്നാ ചെയ്യുമെന്ന് ചോദിക്കാൻ എനിക്ക് നീയും, എന്നേലും ചെയ്യടി അന്നമ്മയെന്ന് പറയാൻ നിനക്ക് ഞാനും. വീട്ടിൽ ചെല്ലുമ്പോ ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ജീവിക്കാന്ന് പറയാൻ അവരും ഉള്ളത് കൊണ്ടായിരിക്കില്ലേ നമ്മൾ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കണേ. ഇങ്ങനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കില്ല ഇങ്ങനെയൊരു തെറ്റായ തീരുമാനത്തിലേക്ക്. ഫാമിലി സപ്പോർട്ടും അല്ല, ഇതുപോലെ ഫാമിലി സപ്പോർട്ട് പോലെ തന്നെ പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. ഞങ്ങളൊരു ദിവസം രാത്രി ഭയങ്കര വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ട് മൂവാറ്റൂരിൽ നിന്ന് തിരുവാങ്കുളത്ത് വരിക. അപ്പം നമ്മളെ ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ ഷിജോ എന്ന് പറഞ്ഞ അതിൻ്റെ മാനേജിങ് ഡയറക്ടർ വിളിച്ചിട്ട് നമ്മളൊരു സ്റ്റോറിയൊക്കെ ചെയ്തിരിക്കുന്ന സമയം നമ്മൾ ഫിനാൻഷ്യലി പ്രശ്നങ്ങളിലാണ്, അത് ആർക്കും അറിയാനും പാടില്ല. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ ഇത്ര രാത്രിയൊക്കെ ഓട്ടെ, നമ്മൾ ക്യാഷ് വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ കിട്ടിയ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ ഒരു സ്പേസ് കിട്ടി, അവിടെ ചെറിയ കാശൊക്കെ കൊടുത്ത് നമ്മൾ ചെറുതായിട്ട് പണിയൊക്കെ തുടങ്ങി. അപ്പോൾ പുള്ളി ചോദിച്ചു, എന്താ കാശിന് എത്ര ആവശ്യം? ഞാൻ പറഞ്ഞു, ഒന്നും നടക്കുന്നില്ല, കുറേ പ്രശ്നങ്ങളുണ്ട്, എത്ര രൂപ വേണം? ചുമ്മാ ഒരു ഫിഗർ പറഞ്ഞു. പുള്ളി പിറ്റേന്ന് രാവിലെ ആ ക്യാഷ് അക്കൗണ്ട് നമ്പർ വാങ്ങി അക്കൗണ്ടിലേക്ക് ഇട്ട് ഇന്ന് വരെ തിരിച്ചു വെച്ചിട്ടുള്ളൂ. ചില ആൾക്കാർ അങ്ങനെ നമ്മളെ സഹായിക്കും, ഷെയർ കൊടുത്തിട്ടുള്ള, പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്തിട്ടുള്ള.
ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ മാത്രമേ മനുഷ്യനുണ്ടായിട്ടുള്ളൂ. ആ പുള്ളിയെ ഞങ്ങൾ വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തും. കാശ് തന്നിട്ട് പോയിട്ട് ഇതുവരെ തിരിച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കും, ഒരു വലിയ എമൗണ്ട് തന്നിട്ട് നമ്മളോട് തിരിച്ചു വയ്ക്കണേ ഇല്ല. ഈ നമ്മൾ ഫോൺ വിളിച്ചാൽ പുള്ളി എടുക്കില്ല. സാധാരണഗതിയിൽ പുള്ളി വിളിച്ചാൽ നമ്മളാണ് എടുക്കാണ്ടിരിക്കേണ്ടത്. നമ്മൾ വിളിച്ചാൽ പുള്ളിക്ക് സൗകര്യം ഉണ്ടെങ്കിലേ പുള്ളി എടുക്കുള്ളൂ. അങ്ങനെ പക്ഷെ ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചാൽ ചെയ്യും, നമ്മൾ ചെയ്യും. വിളിച്ചിട്ടില്ല. രണ്ടാമത് അങ്ങനെ ഞങ്ങള് ഓഫീസിന്റെ വഴി അപ്പൊ അന്ന് ആ യാത്ര അവിടെ ഞങ്ങളൊരു യൂട്ടേൺ എടുക്കുക കടവന്തരയിൽ നിന്ന്. എന്നാണെങ്കിൽ ഇനി മുന്നോട്ട് രക്ഷപ്പെട്ടിട്ടേ കാര്യമുള്ളൂ. രക്ഷപ്പെടുകയെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊന്നും അല്ല, എല്ലാവരും സംസാരിക്കുന്ന രീതിയിൽ നമുക്കൊരു ഓഫീസ് വേണം. എന്നാണെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ നേരെ രംഗൂരിന്റെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്, ചേട്ടനെ വിളിച്ചു. ചേട്ടന് കുറെ ബിൽഡിങ്ങുകൾ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ വിശ്വാസം എന്താന്ന് ചോദിച്ചാൽ മറ്റേ കോഷൻ ഡെപ്പോസിറ്റ് ഒന്നും തരാൻ പറ്റത്തൊന്നുമില്ല, അത് ഞങ്ങളുടെ ഇല്ല, അതൊക്കെ പയ്യെ തരാം എന്ന് അദ്ദേഹത്തോട് പറയാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എല്ലാം കൊടുത്തു ഞങ്ങള്. അങ്ങനെ ഞങ്ങൾ പോയി ഒരു ഓഫീസ് കണ്ടു, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇപ്പോഴത്തെ ഓഫീസ് സുബിനൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഓഫീസ്. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു സാധനമുണ്ട്, കേരളത്തിലെ സംരംഭകര് പണിത ഓഫീസാണത്. ഭയങ്കര സന്തോഷത്തോടുകൂടി എടുത്ത് പറയേണ്ട ഒരു ആളുണ്ട്, നമ്മുടെ ഫ്ലവേഴ്സ് പെയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു പെയിന്റ്സ് ഉണ്ട്, നല്ല രീതിയിൽ പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ. ജോഷി ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ ഇനി പെയിന്റിന്റെ റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ ജോഷി ചേട്ടൻ അയച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ വിചാരം വലിയ പ്രോഫിറ്റ് എടുക്കാൻ നമുക്ക് തരും, ഇതാണല്ലോ നമ്മുടെ ഒരു മനസ്സിലെ ചിന്ത. ജോഷിയുടെ സാധനമൊക്കെ കയറ്റി സംരംഭത്തിന്റെ പണി നടക്കുന്ന ഓഫീസിന് അവിടെ കൊണ്ട് ഇറക്കി തന്നിട്ട് ജോഷിയേട്ടൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ബില്ല് ചോദിക്കുക. അപ്പൊ ബില്ല് എന്ത് ചെയ്താൽ ജോഷിയേട്ടൻ ബില്ല് തരില്ല. അപ്പൊ അവസാനം ഞാൻ ഇങ്ങനെ ജോഷിയേട്ടൻ പൈസ എത്രയാന്ന് പറയാം ജോഷിയേട്ടാന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു 2022 നമ്മളൊരു ഇവന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5 നമ്മൾ ടൈറ്റിൽ സ്പോൺസർ ലെക്സസ് ആയിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ ജോഷി ചേട്ടനൊക്കെ വളർന്നു വരുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ജോഷി ചേട്ടന്റെ ഒരു ബ്രാൻഡ് ലോഗോ ഞങ്ങൾ LED വാളിൽ മുഴുവൻ കാണിച്ചിരുന്നു. അപ്പൊ ജോഷി ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്കറിയില്ല, ആ ലെക്സസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒപ്പം എന്റെ ബ്രാൻഡിന്റെ ലോഗോ അവിടെ കണ്ടപ്പോ എനിക്കും എന്റെ ഭാര്യയ്ക്കും ഉണ്ടായ സന്തോഷം എന്താന്ന് നിങ്ങൾക്കറിയില്ല. ആ സന്തോഷത്തിന് എനിക്ക് ഇതെല്ലാം മക്കളെ ചെയ്തു തരാൻ പറ്റത്തുള്ളൂ. എല്ലാ ആൾക്കാരും ഇപ്പം ഓക്സിജനിൽ നിന്നാണെങ്കിൽ ഞാൻ പറയില്ല, അവർക്ക് ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. അവർക്ക് മീൻസ് ഞങ്ങൾ വയസ്സില്ല വെച്ചാൽ അങ്ങനെയല്ല എന്നെല്ലാം ചെയ്യുന്ന പറയുമ്പോൾ അവരുടെ DP പ്രൈസ് കിട്ടുന്ന സാധനമായിരിക്കും നമുക്ക് തരുന്നത്, അതേ റേറ്റിൽ തന്നെ. ഞങ്ങൾ എന്നിട്ടും ചോദിക്കും 500 രൂപ കുറയില്ലേ? അപ്പൊ ഇനി 500 രൂപ കുറക്കണമെങ്കിൽ സാംസങ് കമ്പനി പോകണം. ചേട്ടാ ഇനി ഇതിന്റെ ആധാരം കൂടെ ഉള്ളൂ, വേറെ ഇനി തരാനില്ല. അങ്ങനെ നമ്മൾ കുറെ കാലത്ത് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്ത ഇപ്പൊ ഞങ്ങൾ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സമയമായിരുന്നു ഞങ്ങൾ ഓഫീസിന്റെ പണിയെടുക്കുന്ന സമയത്ത്. എന്നാലും തീരാൻ വേണ്ടി 2 വർഷം എടുത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ചെയ്ത്, കാരണം നമ്മൾ ഓരോ മാസം ഷൂട്ട് ചെയ്യും. അങ്ങനെ വരുന്ന ചെറിയ എമൗണ്ട്, ചെറിയ ലാഭങ്ങളൊക്കെ വെച്ചിട്ട് വളരെ സമയം എടുത്തിട്ടാണ് ഓഫീസൊക്കെ പൂർത്തിയാക്കിയത്. പിന്നെ കുറേ പണി നമ്മൾ തന്നെ എടുക്കും, രാത്രി പോയിട്ട് ആരും കാണാണ്ട്. അങ്ങനെ ഒരു ഇതുപോലെ ഞങ്ങള് അന്ന് ഞങ്ങളുടെ കാർത്തിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സംരംഭത്തിന്റെ നല്ലൊരു ഭാഗം യാത്രയിലും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരും ഇങ്ങനെ വൈകുന്നേരം ഓഫീസ് മൊത്തം മെസ്സായി കിടക്കാം, പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ക്ലീൻ ആക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോ ദൈവം 15,000 20,000 രൂപയുടെ ഇവർ ക്ലീൻ ചെയ്തിട്ട് ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയാൻ വേണ്ടി പറഞ്ഞ റേറ്റ്. അപ്പൊ ഞങ്ങൾ മുതേണ്ട പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് രാത്രി ഇറങ്ങി നമുക്കിത് രാത്രി വന്നിരുന്ന് ക്ലീൻ ആക്കാം. അപ്പൊ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, എന്തോരം പണി കഴിഞ്ഞു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ എന്നിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഒരു 9-10 മണിയായപ്പോ ഇറങ്ങി, വെളുപ്പിന് 4 മണി വരെ നിന്ന് ക്ലീൻ ആക്കി. 4 മണിക്ക് ക്ലീൻ ആക്കി, അല്ലെങ്കിൽ പിറ്റേന്ന് ഞങ്ങൾ 10-10:15 ഓഫീസിൽ വരും കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ പക്ഷേ 2019 മുതൽ നമ്മളൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു തുടങ്ങി. കേരളത്തിലെ എല്ലാ വർഷവും ഞങ്ങൾ തന്നെ ഞങ്ങളോട് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാ വർഷവും കേരളത്തിലെ ഓൺട്രപ്രനേഴ്സിന് വേണ്ടി നടത്തുന്ന പരിപാടികളുടെ നമ്പേഴ്സ്, ആളുകളുടെ നമ്പേഴ്സ് ആദ്യത്തെ 250 പേരായിരുന്നെങ്കിൽ പിന്നെ 400 ആക്കി, പിന്നെ അത് 600 ആക്കി, 800 ആക്കി, 1800 ആക്കി. ഇപ്പൊ നമ്മളൊരു 3000 പേരുടെ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഞങ്ങൾ തന്നെ അപ്പൊ ഞങ്ങൾ തന്നെ ഞങ്ങളോട് മത്സരിക്കാൻ തുടങ്ങി. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു ചരിത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാൻ ഞങ്ങൾ തന്നെ ചെയ്തു തുടങ്ങി. പിന്നെ നമ്മൾ ചെയ്ത സ്പാർക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു ഭയങ്കര സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഞാനും അന്വേഷമയം എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങൾ 3 പേരോട് തരുന്ന പുതിയൊരു സംരംഭമായിരുന്നു. അത് നമ്മൾ തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ കഥയുണ്ട്, ഇതേ കഥ എല്ലാവർക്കും ഇല്ലേ, ഇതേ ഒരു കഷ്ടപ്പാട് എല്ലാവർക്കും ഇതേ കഥയുണ്ട്. എല്ലാവർക്കും ഇതുപോലൊരു കഥയുണ്ട്. അവർ കഷ്ടപ്പെട്ടതുണ്ട്, അവർ ബുദ്ധിമുട്ടിയതുണ്ട്, അവർ നടന്നു വന്ന വഴികളുണ്ട്, അവർ അഴഞ്ഞ ജീവിതമുണ്ട്,
അവരൊടുവിൽ വിജയിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു നമ്മൾ കാണുമ്പോൾ കൊച്ചു ദിവസം ഭയങ്കര കാശുകാരൻ, യൂസഫ് അലി ഭയങ്കര കാശ്, പക്ഷേ ഇവർക്കൊക്കെ എന്തുണ്ട് ഒരു അലർന്ന ജീവിതം, ഒരു വളരെ മോശമായിട്ടൊരു പാസ്റ്റിൽ നിന്നാണ് അവർക്കൊക്കെ ഒരു പ്രസിഡന്റ് ആയത്. കൊച്ചു ദിവസം സാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൻ്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട്, ഇതുവരെ ലക്ഷം എനിക്ക് വ്യത്യാസമുണ്ട്, ഇതുവരെ തിരിച്ചു കൊടുക്കാത്തൊരു കടം അദ്ദേഹത്തിനുണ്ട് ഫാമിലിയിൽ നിന്നാണ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇപ്പോൾ യൂസഫ് അലിനൊക്കെ സഹായിച്ച ആൾക്കാരുണ്ടാകാം. ഓരോ ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സമയത്ത് സഹായിച്ച ആൾക്കാരുണ്ട്, ജീവിതത്തിലെടുത്ത യൂട്ടേണുകളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങളിൽ തന്നെ കഥ പറഞ്ഞാൽ എത്രയോ പേര് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്ലക്ക് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചൊരു കഥ നമ്മുടെ വന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ ശരിക്കും ഒരുപാട് പേര് ഇത്തരത്തിൽ കഷ്ടപ്പെട്ടിട്ട് വന്നതാണ്. പുറമേ നോക്കുമ്പോൾ അവനെല്ലാം ഉണ്ടായിരുന്നു, അവൻ ഒറ്റയടിക്ക് ഒരു ദിവസം അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും ആർക്കും ഇല്ലെന്ന്. എല്ലാവരും ഇതുപോലെ പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും ദാരിദ്ര്യം ആൾക്കാർ പറയാൻ പറ്റാതെ ഞാനതല്ലേ ഞാൻ പട്ടിണി കിടന്നാലും മുട്ടയും ചിക്കനും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല, ഞാൻ പട്ടിണി കിടക്കും. അങ്ങനത്തെ ഒക്കെ വ്യവസ്ഥ എന്നിട്ടുണ്ട്. കാരണം ഞാനും ആകാശമൊക്കെ ഇതിപ്പോൾ ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല, 100 രൂപ പോലും ഇല്ലാത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. 100 രൂപ അല്ല, 10 രൂപ പോലും ഇല്ലാത്ത സമയത്ത് ലിറ്ററലി പട്ടിണി കിടന്ന സമയങ്ങൾ 2 ദിവസം. എനിക്കത് 2 ദിവസമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത്, ഒന്നും കഴിക്കാതെ 2 ദിവസം. അല്ല, ഇതെല്ലാവർക്കും ഉണ്ട് സുബിനെ. ഈ കഥ പറയാനാണ് നമ്മൾ സംരംഭം തുടങ്ങിയപ്പോൾ ആദ്യം തീരുമാനിച്ചത് എന്താ, അതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഇപ്പോൾ സുബിൻ്റെ പ്രൊഡക്റ്റ് എന്ന് അല്ലെങ്കിൽ ഒരു ടൈലാണെന്ന് കരുതുക. അതുവരെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോറി ലൈൻ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെയായിരുന്നു. കേരളത്തിൽ 10 കൂട്ടം ടൈലുകളുണ്ട്. ആ ടൈലുകൾ ഈ കടയിൽ 10 ടൈലുകളുണ്ട്. ഇതിൽ ഈ ടൈലിന് ഇത്ര വിസ്തൃതിയുണ്ട്, ഈ ടൈൽ ഇന്ന ഡിസൈനാണ്, ഇതിൽ അജ്രക്കുണ്ട്, ഇത് വേറെ ഇമ്പോർട്ട് ചെയ്തതാണ്, രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്, ഇത് ഇറ്റാലിയൻ മെയ്ഡാണ്. അങ്ങനെ ഈ ടൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഭംഗി കൂടും. അപ്പോൾ അതിൻ്റെ ഓണർ ഇപ്പോൾ മദനിയാണ് തന്നെ, അദ്ദേഹമാണ് തന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ഇപ്പോൾ കുറേ സാധനങ്ങൾ പറയുന്നത്, കുറേ ബ്രാൻഡ് 65 ബ്രാൻഡുകളുണ്ട്, വലിയ ബ്രാൻഡാണ് ABC. ഏറ്റവും ഒടുവിൽ എന്താ പറയുക, ABC എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വിഷൻ 2030 ആകുമ്പോൾ 10,000 കോടി ടേൺ ഓവർ ആവുക എന്നുള്ളതാണെന്ന് അതിൻ്റെ മാനേജിങ് ഡയറക്ടറായ ഇപ്പോൾ പെട്ടെന്ന് ഒരു ABC ഉദാഹരിച്ചൊന്നുമില്ല, അവരെ കണക്കെനിക്കറിയില്ല, പറയുകയാണ് 10,000 കോടി ആകുക എന്നുള്ളതാണ് സ്വപ്നം എന്ന് ഓണർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു കഥയാണ് എല്ലാ ബിസിനസ്സുകാരെയും കുറിച്ചും പോകുന്നത്. അവരുടെ പ്രൊഡക്റ്റിൻ്റെ കുറേ ക്വാളിറ്റി പറയും, ഏറ്റവും ഒടുവിൽ ആ പ്രൊഡക്റ്റ് വിറ്റ് 1000 കോടി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇയാളുടെ ലക്ഷ്യം, 2000 കോടി ഉണ്ടാക്കുകയാണ് ലക്ഷ്യം എന്നാണ് പറയുക. പക്ഷെ നമ്മൾ വന്നപ്പോൾ ആ കഥ അങ്ങനെയല്ല പറഞ്ഞത്. നമ്മൾ വന്നപ്പോൾ എന്ത് പറഞ്ഞു, ഇവൻ ഭയങ്കരമായി പഠിക്കാൻ പിന്നോക്കമായിരുന്നു, ക്ലാസ്സിലെല്ലാവരും ഇവനെ കൊള്ളില്ല എന്ന് പറഞ്ഞു, ഇവരെ വീട്ടുകാർ തള്ളിക്കളഞ്ഞു. ഒടുവിൽ ഇവൻ തന്നെ ചിന്തിച്ചു എനിക്കൊരു ചെറിയൊരു പലചരക്കട തുടങ്ങാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഇവൻ ചെറിയൊരു പലചരക്കട തുടങ്ങി, ആരും സാധനം തന്നില്ല, പട്ടിണി കിടന്നു, അവനിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോയി. പക്ഷെ അവൻ എന്ത് ചെയ്തു, ആ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയിലൊന്നും വിട്ടുവീഴ്ച ചെയ്തില്ല, മോശമായ സാധനങ്ങൾ കളഞ്ഞു, കച്ചവടത്തോടൊരു നീതി പുലർത്തി, അങ്ങനെ അവൻ മുന്നോട്ട് വന്നു. അപ്പോൾ തിങ്കളുടെയൊക്കെ കഥ അതാ പറയുന്നത്, സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പം അങ്ങനെ ആ സ്ട്രഗിൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോയി ഒടുവിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു സുപ്രഭാതത്തിൽ വിജയിക്കുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. കഷ്ടപ്പാടുകളിൽ നിന്ന് ഞാൻ പതുക്കെ കച്ചവടം കയറി വരുന്നു. അങ്ങനെ രക്ഷപ്പെടുന്ന ഒരു നാൾ വഴിയുണ്ട്. ഈ വഴിയാണ് നമ്മൾ സ്റ്റോറി ആയിട്ട് പറഞ്ഞത്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, എനിക്ക് ഇത്ര ആകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ വന്നത് ഇവിടെ നിന്നാണ്, ഞാൻ വന്നത് 0-ൽ നിന്നാണ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് 100-ലാണ്, എനിക്ക് 1000-ലേക്ക് എത്തണം. ഈ 0 to 100 ഒരു ജേണി ഉണ്ട്. പക്ഷെ 0 to 100 എത്തിയാലും പിന്നെ ഒന്ന് 0 പോകണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞില്ലേ പഴംപൊരിയുടെ ആ ഒരു കേസ് കൊണ്ടാണ് പിന്നെ 100-ലോട്ട് പോയത്. അത് കഴിഞ്ഞ് ഇൻവെസ്റ്ററിന്റെ കേസ് വന്നപ്പോഴാണ് അടുത്ത 100-ലോട്ട് പോയത്. അതുപോലെ ഞാനും പട്ടിണി, എനിക്ക് സന്തോഷമാണ്. വേറെ എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല, ഞാൻ പട്ടിണി ആ ഒരു ലെവലിലോട്ട് പോകുമ്പോഴേ എനിക്ക് അടുത്തത് ഇനി ഒരിക്കലും ഈ അവസ്ഥ വരരുത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ തോന്നത്തുള്ളൂ. പിന്നെ അങ്ങനെയാണ് തീർച്ചയായിട്ടും. എപ്പോഴും എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്തൊരു ഡിപ്പ് വരും. ഈ ഡിപ്പ് വരുമ്പോഴാണ് നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ വീണ്ടും റീതിങ്ക് ചെയ്യുന്നത്. നമ്മൾ അവിടെ ആയിരിക്കും സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. സ്മൂത്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോവല്ലോ, താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ ഇനി ഈ സിറ്റുവേഷൻ ഉണ്ടാവരുത്. അല്ല, ഞങ്ങൾക്ക് അങ്ങനെ കുറെ തവണ വീഴുന്നവരെയും വീണ്ടും എഴുന്നേക്കുന്നവരെയും കാണുമ്പോൾ ഒരു സന്തോഷം. വീണ്ടും എഴുന്നേറ്റും ഒക്കെ തന്നെയല്ലേ മനുഷ്യൻ നടക്കാൻ പഠിക്കുന്നത്. നമ്മുടെ ട്രേഡേഴ്സിന്റെ ഭാഷ ബ്രേക്ക് ഔട്ട് എന്ന് പറയും. ഏറ്റവും താഴെന്നായിരിക്കും എല്ലാവരുടെയും. അതാണ് നമ്മുടെ കഥ. മിനിമം ഒരു 5 പേരുടെ പുതിയ കഥ കേൾക്കുക, 5 പേരെ കുറിച്ച് നമ്മൾ പുതിയതായിട്ട് കേൾക്കുക. കേരളത്തിലെ സംരംഭകർ ഇപ്പൊ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേര് കഥ പറയാൻ വരും, എത്ര പേരുടെ സ്റ്റോറി നിങ്ങൾക്ക് മാഗസിനിൽ എഴുതാൻ പറ്റും, ഇതിനൊരു സാച്ചുറേഷൻ ഉണ്ടാവില്ലേ? പക്ഷെ എല്ലാ ദിവസവും നമ്മൾ കേൾക്കാത്ത ഒരു പയ്യൻ നമ്മുടെ വന്നു, ഫ്ലൈ ആഷസ് വിൽക്കുന്നൊരു കൊച്ച്.
അഖില്. അപ്പൊ ഞങ്ങളിങ്ങനെ അവനോട് ചോദിച്ചു, നീ എന്നെ തന്നെ ഈ കഥ ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു കച്ചവടം ഇവിടെ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ഇവിടെ അതായത് ആകെ ഒരു ബയ്യറേ ഉള്ളൂ പുള്ളിക്ക്, അത് ഖത്തറിലെങ്ങാണ്ട. ഫ്ലൈ ആഷസ് കേരളത്തിലോ ഇന്ത്യയിലോ ആവശ്യമില്ലാത്തൊരു സാധനം. ആവശ്യമില്ലാന്ന് പറയാൻ പറ്റില്ല, പുള്ളിയുടെ കച്ചവടക്കാർ ഇവിടെ ഇല്ല, പുള്ളി പുറത്താണ് കൊടുക്കുന്നത്. ഇവിടെ എടുക്കുന്നവരുണ്ട് ഖത്തറിലെങ്ങാണ്ട് ഒരു ബയ്യർ പുള്ളി. പക്ഷെ നല്ല അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചു, നീ എൻ്റെ തന്നെ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 4 കോടി രൂപ കടമുണ്ടാക്കി, കഥ മാത്രം നാട്ടുകാരൊക്കെ അറിയത്തുള്ളൂ. ഞാൻ ഇതിൽ 10 കോടി രൂപ ഉണ്ടാക്കിയെന്നോ എനിക്ക് ഇതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടെന്നോ, ഞാനിപ്പോൾ നല്ല വെൽ സെറ്റഡ് ആയിട്ട് ജീവിക്കുന്നതെന്ന് തോന്നുന്നു, നാട്ടുകാർക്കും അറിയത്തില്ല, വീട്ടുകാർക്കും അറിയത്തില്ല, കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിന്റെ വീട്ടുകാർക്കും അറിയത്തില്ല. കല്യാണം നടക്കാൻ വലിയ പാടാ. ഇങ്ങനെയൊക്കെ കഥ വരുന്നവരുണ്ട് കേട്ടോ. ഈ നമ്മുടെ ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ, നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ടാണ് എൻ്റെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞത്, ഇപ്പോഴാ വൈഡിഗ്രി എന്തോന്ന് എനിക്ക് മനസ്സിലായത്. ആ അവസ്ഥയൊക്കെ അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ എല്ലാവർക്കും എനിക്ക് അതായിരുന്നു ഏറ്റവും സന്തോഷമായ ഇന്റർവ്യൂവിനുണ്ട്. പിന്നെ ഒരുപാട് പേര് വിളിക്കും കേട്ടോ. നമ്മുടെ സ്പാർക്കിൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണല്ലോ ആൾക്കാർ ഈ പറഞ്ഞ അതേ അവസ്ഥ, മറ്റേ നഷ്ടത്തിൽ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആത്മഹത്യയുടെ വക്കി നിൽക്കുന്നതെന്ന് ഇപ്പോഴും വിളിക്കുന്നുണ്ട് ആൾക്കാർ. അത്രയും കാലം വരെ വിജയിച്ച സംരംഭകർക്ക് മാത്രമേ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 100 കോടി 500 കോടി 1000 കോടി ടേൺ ഓവർ ഉള്ള ഒരു സെലിബ്രിറ്റി ഇമേജുള്ള ഓൺടർപ്രണേഴ്സിന് മാത്രമേ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ശരിയില്ല, നമ്മൾ ഇതിനു മുന്നേ ഇതുപോലെ ഒരു 5 വർഷം 6 വർഷം മുന്നേ നമ്മൾ ഇതുപോലെ ആളുകളുടെ കഥകൾ കേട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, വിജയിച്ച ഏത് സംരംഭത്തിലും വിജയിച്ചു എന്ന് പറയുന്നത് 100 കോടി ടേൺ ഓവർ ആവണം നിർബന്ധമൊന്നുമില്ല. അടുത്തിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വിജയിച്ചെന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് 300 രൂപയ്ക്കും 200 രൂപയ്ക്കും ഒക്കെയാണ് പെട്രോൾ അടിച്ചോണ്ടിരുന്ന വണ്ടിയില്. ഇപ്പൊ നമ്മുടെ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും. നമ്മൾ വിജയിച്ചു, നമ്മൾ നമ്മുടെ ലൈഫിൽ വിജയിച്ചു. അപ്പൊ എനിക്കും ഒരു കഥയുണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ, രംഗുവിന് ഒരു കഥയുണ്ട്, സുബിന് ഒരു കഥയുണ്ട്. കോളേജിൽ മുഴുവൻ ഇതായിട്ട് നടന്ന് പിന്നെ അവിടെ നിന്ന് ജീവിതത്തിൽ ഒരു യൂ ടേൺ എടുത്ത് മുന്നോട്ട് വരാമെന്ന് തീരുമാനിച്ച സുബിനും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു കഥയുണ്ട്. ഈ കഥയാണ് എനിക്ക് ഇഷ്ടമാണ് എന്റെ സ്ട്രഗിളുകളെ പറ്റി പറയാൻ. കാരണം ആൾക്കാർക്ക് പേടി സ്ട്രഗിളുകളെയാ, പക്ഷെ അവർ ഏറ്റവും കൂടുതൽ എംബ്രേസ് ചെയ്യേണ്ട സാധനം സ്ട്രഗിളുകളെയാ. സ്ട്രഗിൾ 2 രീതിയിൽ കാണാം കേട്ടോ. ഒന്ന് നേരെ, കാരണം ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞ ഈ സൈഡ് ഒന്നും പലർക്കും അറിയത്തില്ലായിരിക്കും. ഞങ്ങളന്ന് ഞാന് രംഗൂർ എന്നൊരു എൻഫീൽഡേ ഉള്ളൂ. അപ്പൊ ഞങ്ങളിപ്പോ കോഴിക്കോട് ഇരിക്കുന്ന ഒരു ക്ലയന്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊച്ചിന്ന് വിളിക്കുന്നത് സാറിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, ഞാനിവിടെ ഇല്ലാന്ന് പറയും. ആ സ്ഥലത്ത് നമ്മൾ വിളിച്ചിട്ട് സാറേ ഞങ്ങൾ കോഴിക്കോട് ഉണ്ടായിരുന്നു, ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങോട്ടേക്ക് വാ, വൈകിട്ടൊരു 3:30 വാന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ കൊച്ചിയിൽ എന്നിട്ട് കോഴിക്കോടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫോൺ വിളിക്കും, സാറേ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, കാണാൻ പറ്റുമോ? അപ്പൊ പുള്ളി ഇപ്പൊ വന്നു, അല്ലേ സാറേ ഞങ്ങൾ ചെറിയ മീറ്റിംഗിലേക്ക് കയറാൻ പോവാ, വൈകുന്നേരം ഒരു 3:30-4 മണിക്കാണെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാന്ന് ഞാൻ ഓഫീസിലുണ്ടാവും പറയും. നിന്നെ ഇവിടെ ബുള്ളറ്റ് എടുത്ത് പറക്കണം. എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ നട്ടുച്ചയ്ക്ക് എന്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ടാനൊക്കെ മാറ്റിട്ട് പോകാം. അത് മാറിയല്ല, അത് മറ്റേ കഷ്ടപ്പാട് അപ്പൊ ഞാൻ ഈ എറണാകുളം ടൗണിലെ എല്ലാ സ്ഥലത്തേക്കൂടെയും ബൈക്ക് കുന്തേണ്ട അവസ്ഥ വന്നിട്ടുള്ള ഒരാളാണ്. അത് കാരണം എനിക്ക് എല്ലാ വഴികളും കൃത്യമായിട്ട് അറിയാം. പലരും ചോദിക്കും ഈ വഴിയൊക്കെ ബൈക്ക് കുന്തുമല്ലേ എളുപ്പവഴി നോക്കിയാണല്ലോ, മിക്കവാറും പെട്രോൾ തീരും. ഒരു ദിവസം ഇതുപോലെ പോകും. അപ്പൊ അന്ന് എന്റെ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ ആ. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന പെമ്പിളയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം. ഞാനിങ്ങനെ എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ, വസന്തം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ഓൾറെഡി കോഴിക്കോട് ഉണ്ടെന്ന് പുള്ളിയോട് പറഞ്ഞേക്കണത്, അതിന് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഫസ്റ്റ് ഡേ ബുള്ളറ്റിന്റെ പുറകിൽ ഇരുന്ന് പറഞ്ഞ് കോഴിക്കോട് വരെ പോവാം. രംഗു ഭയങ്കരമായിട്ട് ചായ കുടിക്കുന്ന ഒരു ഇതുണ്ട്, ഭയങ്കരമായിട്ട് ചായ കുടിക്കും. അപ്പൊ അന്ന് രംഗു ചായ കുടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ പറഞ്ഞു, രംഗു എനിക്ക് ചായ വേണ്ട. അപ്പൊ എന്റെ ആഗ്രഹം, രംഗു മിനിമം 3 ചായ കുടിക്കുമല്ലോ. അപ്പൊ ഒരു തണലത്ത് വണ്ടി നിർത്തിയേക്കുക, ഞാൻ ആ പുറകെ ഇരുന്നിട്ട് പെട്രോൾ ടാങ്കിലേക്ക് കമന്ന് കിടക്കുക. അപ്പൊ രംഗു 3 ചായ കുടിക്കുന്ന സമയം എനിക്കൊന്ന് ഉറങ്ങാം, ഒരു പവർ മാപ്പ് എടുക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. അത്രയും നമ്മള് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പട്ടിണി പരിഭവമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷെ ഇങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചിട്ടാണ് പെമ്പിള്ളേര് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ചിലപ്പോ നന്നായി ചെയ്യുന്നവരാണ് സപ്പോർട്ട് ചെയ്യും. ഫാമിലിയുടെ കാര്യം ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ആമ്പിള്ളേരെ സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പൊ എന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തു. അല്ല സപ്പോർട്ട് വിജയിക്കുന്ന. ഞാൻ പറയാറുന്നൊരു കഥയുണ്ട്. ഞാൻ എൻ്റെ അച്ഛനോട് വർഷങ്ങൾ സംസാരിക്കായിരുന്ന കേസുകളുണ്ട്. കാരണം അച്ഛൻ ഡോക്ടറായിരുന്നു, അച്ഛൻ റാങ്ക് ഹോൾഡറാ. അപ്പം ഞാൻ മറ്റേ അക്കാഡമിക് ലെവലിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ പോയത് മറ്റേ ഗുസ്തി, കരോട്ടെ, ബോഡി ബിൽഡിങ്, ബോക്സിങ്. എന്നോട് ഞങ്ങൾ മിണ്ടാതായി വർഷങ്ങൾ ഞങ്ങൾ മിണ്ടായിരുന്നൊക്കെ ഒരു സിറ്റുവേഷൻ. അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല. സന്തോഷിക്കില്ലേ? അച്ഛനോട് സന്തോഷിച്ചു. അച്ഛനില്ല. ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്.
സത്യം പറഞ്ഞാൽ ഈ കുറേ പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു അച്ഛനും കണ്ടിട്ട് ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ഉള്ളിലുള്ളൊരു തോന്നലില്ലേ ഇത് എവിടെയെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടാകും, അല്ലെങ്കിൽ അമ്മയിലൂടെ ഇത് അറിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞാൻ അച്ഛനെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തു തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ല ഈ ഡിഗ്രി തുടങ്ങിയാൽ അതിനാ നീ ഡിഗ്രി ഇല്ലാതെ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞെടുത്താണ് ഞാൻ ഡിഗ്രി തുടങ്ങിയത്. ഞാൻ അന്ന് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് 42 സപ്ലി ഞാൻ എഴുതിയെടുത്ത് 7 സപ്ലിക്ക് എടുത്തെന്തോ ആക്കി. അപ്പോഴാണ് ഇവരിത് പറയുന്നത്. എൻ്റെ ഈഗോ ഹേർട്ടായി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്നാൽ ഡിഗ്രി ഇല്ലാതെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയ കമ്പനിയായത്. അല്ലാതെ നമ്മളിപ്പോൾ പൈസയ്ക്ക് വേണ്ടി തുടങ്ങും, അല്ലാതെ തുടങ്ങും. പൈസയ്ക്ക് വേണ്ടി ചിലപ്പോൾ ഓക്സ് ആയിരിക്കും, ഇത് ഞാൻ പൈസയ്ക്ക് വേണ്ടി തുടങ്ങിയൊരു കമ്പനിയായിട്ട് അച്ഛനെ കാണിക്കണം ആ സാധനം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കാണാൻ ആളില്ലാതായി വരുമ്പോൾ പിന്നെ നമ്മൾ ഇത് മാറും.